ഹലോ നമസ്കാരം. നമ്മുടെ ഓഡിറ്റിങ്ങിന്റെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബികോമിലെ 6th സെമ്മിലെ തിയറി പേപ്പറായിട്ടുള്ള ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്, അതില് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 2 മാർക്കിന്റെ ചോദ്യങ്ങൾ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും ഒരു പകുതിയിലധികം ചോദ്യങ്ങളും വരുന്നത്. ഓക്കെ, അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു ചോദ്യം, എന്താണ് ഇന്റേണൽ ഓഡിറ്റ്? നമുക്കറിയാം, ഒരു ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുന്നതിനാണ് ഓഡിറ്റിംഗ് എന്ന് പറയാം, അല്ലെ? കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡാറ്റകൾ അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അതൊക്കെ കറക്റ്റ് വെരിഫൈ ചെയ്യുന്നതിനെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഓഡിറ്റിംഗ് ചെയ്യുന്നത് ആരാണ്? കമ്പനിയുടെ പുറത്തുള്ള ഒരാൾ, ഒരു CA ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ് ഓഡിറ്റിംഗ് ചെയ്യുന്നത്. അതിനെയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. പുറത്തുനിന്നുള്ള ഒരാൾ വന്ന് ചെയ്യുന്നതിനെയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്താൽ മാത്രമേ അത് വാല്യൂ ഉണ്ടാവുള്ളൂ, അത് നമ്മുടെ ഗവൺമെന്റിലേക്ക് മറ്റും സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വലിയ വലിയ കമ്പനീസ് ഒക്കെ കമ്പനിയുടെ ഉള്ളിലുള്ള ഒരാൾ വെച്ചിട്ട് തന്നെ ഒരു ഓഡിറ്റിംഗ് ചെയ്യാറുണ്ട്. കമ്പനിക്ക് അകത്തുള്ള ഒരു എംപ്ലോയി, അത് അക്കൗണ്ടന്റ് ആവാം, അല്ലെങ്കിൽ കമ്പനിക്ക് അകത്ത് തന്നെ CA ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ നിയമിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ അതിനെയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാ ഇന്റേണൽ ഓഡിറ്റ്? എക്സ്റ്റേണൽ ഓഡിറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊന്നും കൂടെ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട്, കമ്പനിയുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിലാവാൻ വേണ്ടിയിട്ടാണ് ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത്. ഇനി നോക്കാം, ഇന്റേണൽ ഓഡിറ്റ് ഈസ് എ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് കമ്പനീസ് ഓപ്പറേഷൻസ്. ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. കണ്ടക്ടഡ് വിത്തിൻ ദ ഓർഗനൈസേഷൻ, സ്ഥാപനത്തിനുള്ളിൽ തന്നെ ചെയ്യുന്ന ഒരു ഓഡിറ്റിംഗ് വർക്കിനെയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുക. ഇറ്റ് ഇവാലുവേറ്റ് ഇന്റേണൽ കൺട്രോൾ, റിസ്ക് മാനേജ്മെന്റ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻസ്. ബിസിനസ്സിനകത്തുള്ള കൺട്രോൾ, ഇന്റേണൽ കൺട്രോൾ, അതുപോലെ റിസ്ക് മാനേജ്മെന്റ്, എഫിഷ്യൻസി, ഇതൊക്കെ ഉറപ്പുവരുത്താനാണ് ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത്. ഇറ്റ് എയിംസ് ഈസ് ടു ഇംപ്രൂവ് എഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെന്റ്, അല്ലെ? ഇതാണ് അതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒന്ന്, മാനേജ്മെന്റിന്റെ എഫക്റ്റീവ്നെസ് ഉറപ്പുവരുത്തുക. രണ്ട്, നമ്മുടെ അസറ്റുകൾക്ക് സേഫ് ഗാർഡ് കൊടുക്കുക. ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്റേണൽ ഓഡിറ്റിംഗ് ചെയ്യുന്നത്. അടുത്തൊരു ചോദ്യം, എന്താണ് ഓഡിറ്റിംഗ് പ്ലാനിങ്? ഓഡിറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഓഡിറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓഡിറ്റ് പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ്, നോക്കാം, ഡിസൈഡിങ് ദ സ്കോപ്പ്, ഒബ്ജക്റ്റീവ് ആൻഡ് പ്രൊസീജിയർ ഓഫ് ആൻ ഓഡിറ്റ് ഇൻ അഡ്വാൻസ്. ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അഥവാ മുൻകൂട്ടി, അഡ്വാൻസ് ആയിട്ട് ഒരു ഓഡിറ്റ് എങ്ങനെ ചെയ്യാം, അതിന്റെ പ്രൊസീജിയേഴ്സ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ സ്കോപ്പ്, ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് ഓഡിറ്റ് പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ദ ഓഡിറ്റർ കണ്ടക്ട് ഓഡിറ്റ് എഫിഷ്യന്റ്ലി ആൻഡ് സിസ്റ്റമാറ്റിക്കലി. എന്തിനാ ഈ ഓഡിറ്റ് പ്ലാനിങ് ചെയ്യുന്നത്? അതാണ് നമ്മൾ പറഞ്ഞത്. ഒരു ഓഡിറ്റിംഗ് എഫിഷ്യന്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു റൂട്ട് കൃത്യമായിട്ട് ഓഡിറ്റർക്ക് പറഞ്ഞു കൊടുക്കും, അല്ലെ? കറക്റ്റ് ഓഡിറ്റ് പ്ലാനിങ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എല്ലാം കറക്റ്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ ഒരു റൂട്ട് ഉണ്ടാവും. ആ റൂട്ട് ഓഡിറ്റ് പ്ലാനിങ് പറഞ്ഞു കൊടുക്കും. ദെൻ പ്രോപ്പർ പ്ലാനിങ് എൻഷുവേഴ്സ് ദാറ്റ് ഇമ്പോർട്ടന്റ് ഏരിയാസ് എക്സാമിൻ കെയർഫുള്ളി. ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് അത് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് പ്ലാനിങ് സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തത്, എന്താണ് എൻവയോൺമെന്റൽ ഓഡിറ്റ്? എൻവയോൺമെന്റൽ, ആ വാക്ക് തന്നെ നമുക്ക് മനസ്സിലാവും, അല്ലെ? എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, എൻവയോൺമെന്റിനെ നശിപ്പിക്കാണ്ടിരിക്കുക, അതിനു വേണ്ടി ചെയ്യുന്ന ഓഡിറ്റ് ആണ് എൻവയോൺമെന്റ് ഓഡിറ്റ്. അതായത് ബിസിനസിന്റെ ഓരോ കാര്യങ്ങളും എൻവയോൺമെന്റിനെ, പ്രകൃതിയെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക, അല്ലെ? വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, അങ്ങനെ കുറെ പൊല്യൂഷൻസ് ഒക്കെ ഉണ്ട്, അല്ലെ? അതൊന്നും ചെയ്യാണ്ട് പ്രകൃതിക്ക് സസ്റ്റൈനബിൾ ആയ രൂപത്തിൽ, ഏറ്റവും അനുയോജ്യമായ രൂപത്തിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അത് നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓഡിറ്റിംഗ് ആണ് എൻവയോൺമെന്റൽ ഓഡിറ്റ്. നോക്കാം, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് റിവ്യൂ ഓഫ് കമ്പനീസ് ആക്ടിവിറ്റീസ് ടു അസസ് ദ ഇമ്പാക്ട് ഓൺ ദ എൻവയോൺമെന്റ്. കമ്പനിയുടെ ഓരോ കാര്യം, അത് പ്രൊഡക്ഷൻ ആവട്ടെ, സെയിൽസ് ആവട്ടെ, മാർക്കറ്റിംഗ് ആവട്ടെ, എന്തായിക്കോട്ടെ, അപ്പൊ കമ്പനിയുടെ ആക്ടിവിറ്റീസ് പ്രകൃതിയെ, എൻവയോൺമെന്റിന് എത്രത്തോളം ഇമ്പാക്ട് വരുത്തുന്നുണ്ട്, പ്രകൃതി എത്രത്തോളം മോശകരമായി ബാധിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുന്നതിനെയാണ് എൻവയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് കംപ്ലൈൻസ് വിത്ത് എൻവയോൺമെന്റൽ ലോസ് ആൻഡ് റെഗുലേഷൻസ്. അഥവാ ബിസിനസിന്റെ ആക്ടിവിറ്റീസ് നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള ലോസ്, റെഗുലേഷൻസ്, അതിനനുസരിച്ച് തന്നെ അല്ലേ മൂവ് ചെയ്യുന്നത് എന്ന് നോക്കുന്നതാണ് എൻവയോൺമെന്റൽ ഓഡിറ്റ്. സിമ്പിൾ ആയിട്ട് ഒന്നും കൂടെ പറഞ്ഞാൽ, ഇറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻ അഡോപ്റ്റ് എക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസസ്. ബിസിനസിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ആക്കാൻ, എക്കോ ഫ്രണ്ട്ലി എന്ന പ്രകൃതിക്ക് അനുയോജ്യമായ രൂപത്തിലേക്ക് മാറ്റാൻ എൻവയോൺമെന്റൽ ഓഡിറ്റിംഗ് സഹായിക്കുന്നുണ്ട്. അടുത്തൊരു ചോദ്യം, എന്താണ് ഇൻസൈഡർ ട്രേഡിംഗ്? നല്ലോണം മനസ്സിലാക്കുക കേട്ടോ. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസിനകത്തുള്ള ആളുകൾ തന്നെ ബിസിനസിന്റെ പബ്ലിഷ് ചെയ്യാത്ത കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ട്
ട്രേഡ് ചെയ്യുക. മനസ്സിലായിട്ടില്ല? അതായത് ഒരു ഉദാഹരണം, ഒരു ബിസിനസ് അടുത്ത മാസം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പോവാന്ന് വെച്ചോളൂ. അത് പബ്ലിഷ് ചെയ്യുന്നത് എപ്പോഴേ ഉള്ളൂ? അടുത്ത മാസേ പബ്ലിഷ് ചെയ്യുള്ളൂ അല്ലെ? പൊതുജനങ്ങളിലേക്ക്, പബ്ലിക്കിലേക്ക് അത് അടുത്ത മാസേ പബ്ലിഷ് ചെയ്യുള്ളൂ. പക്ഷെ ഇത് ആർക്കറിയാം? കമ്പനിയുടെ ഉള്ളിലത്തെ ആൾക്കാർക്ക് അറിയാം അല്ലെ? കമ്പനിയുടെ എംപ്ലോയീസ്, മാനേജേഴ്സ് അവർക്ക് അറിയാം. അപ്പൊ അവരെന്ത് ചെയ്യാണ്? കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ഷെയർ വാല്യൂ കൂടുമല്ലോ. അപ്പൊ അവരത് മനസ്സിലാക്കിയിട്ട് മുൻകൂട്ടി തന്നെ അവർ കുറെ ഷെയർ വാങ്ങിക്കൂട്ടാണ്. എന്താ അവരുടെ ലക്ഷ്യം? എന്താ? അടുത്ത മാസം കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും അല്ലെ? അപ്പൊ കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ കൂടും. അപ്പൊ നമുക്കൊക്കെ വിറ്റ് കുറെ ലാഭം ഉണ്ടാക്കാം. അപ്പൊ കമ്പനിയുടെ പബ്ലിഷ് ചെയ്യാത്ത കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും. അത് ആർക്കറിയാം? കമ്പനിയുടെ ഉള്ളത്തെ ആൾക്കാർക്ക് അല്ലെ? എംപ്ലോയീസിനും മാനേജേഴ്സിനും ഒക്കെ അറിയാം. അപ്പൊ അത് വെച്ചിട്ട് അവർ ട്രേഡ് ചെയ്യുന്നതിനെ, അഥവാ ഷെയറുകൾ വാങ്ങാൻ വിൽക്കുകയൊക്കെ ചെയ്യുന്നതിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അല്ലെ? സത്യത്തിൽ ഇതൊരു കമ്പനിയെ ചീറ്റ് ചെയ്യുന്നതാണ് അല്ലെ? വഞ്ചിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. അതാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഒന്ന് നോക്കിയേ. ഇൻസൈഡർ ട്രേഡിംഗ് റെഫേഴ്സ് ടു ബൈയിങ് ഓർ സെല്ലിംഗ് ഷെയർസ്. ഷെയറുകൾ വാങ്ങാൻ വിൽക്കുക ചെയ്യുക. എങ്ങനെ? യൂസിങ് കോൺഫിഡൻഷ്യൽ ഓർ അൺപബ്ലിഷ്ഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ കമ്പനി. കമ്പനിയുടെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതുപോലെ പബ്ലിഷ് ചെയ്യാത്ത, പബ്ലിക്കിലേക്ക് പബ്ലിഷ് ചെയ്യാത്ത ഇൻഫർമേഷൻസ് വെച്ചിട്ട് കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി ഡൺ ബൈ കമ്പനി ഇൻസൈഡേഴ്സ്. ഇതാരാ ചെയ്യുന്നത്? കമ്പനിക്ക് അകത്തുള്ള ആളുകൾ, അതായത് ഡയറക്ടേഴ്സ്, എംപ്ലോയീസ് പോലത്തെ ആളുകളാണ് ഈ ഇൻസൈഡർ ട്രേഡിംഗ് ചെയ്യുന്നത്. സച്ച് പ്രാക്ടീസ് ഈസ് ഇല്ലീഗൽ. നമ്മൾ പറഞ്ഞു അത് ഇല്ലീഗൽ ആണ്, നിയമപരമായിട്ട് ചെയ്യാൻ പാടില്ലാത്തതാണ്, കമ്പനിയെ ഒരു ചീറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. ഇനി അടുത്തത് എന്താണ് മാനേജ്മെന്റ് ഓഡിറ്റ്? മാനേജ്മെന്റ് ഓഡിറ്റ് നോക്കാം. ഇറ്റ്സ് ആൻ ഇവാലുവേഷൻ ഓഫ് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെന്റ്. ഒരു കമ്പനിയുടെ മാനേജ്മെന്റിന്റെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓഡിറ്റ് ആണ് മാനേജ്മെന്റ് ഓഡിറ്റ്. അപ്പൊ ഇതിൽ എന്താ നോക്കുക? ഫുള്ളി ഫോക്കസ് ചെയ്യുക മാനേജ്മെന്റിനാണ് അല്ലെ? നോക്കാം അവരുടെ പോളിസീസ്, അവരുടെ ഡിസിഷൻ മേക്കിംഗ്, പെർഫോമൻസ്. മാനേജ്മെന്റിന്റെ പോളിസി, അവരുടെ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പെർഫോമൻസ്, ഇതൊക്കെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാനേജ്മെന്റ് ഓഡിറ്റ് ചെയ്യുന്നത്. ദ ഒബ്ജക്റ്റീവ് ടു ഇംപ്രൂവ് മാനേജർ പെർഫോമൻസ് അല്ലെ? അതിന്റെ ലക്ഷ്യം എന്താണ്? മാനേജ്മെന്റിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക, അത് മാക്സിമം ഉഷാറാക്കുക. അതാണ് മാനേജ്മെന്റ് ഓഡിറ്റിംഗിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലിസ്റ്റിംഗ് അഗ്രിമെന്റ്. ലിസ്റ്റിംഗ് അഗ്രിമെന്റ് നോക്കാം. A listing agreement is a contract between company and stock exchange. കമ്പനിയും സ്റ്റോക്ക് എക്സ്ചേഞ്ചും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് ലിസ്റ്റിംഗ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് റിക്വയർസ് ദ കമ്പനി ടു ഫോളോ റൂൾസ് ആൻഡ് ഡിസ്ക്ലോസ് ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ടു ഇൻവെസ്റ്റേഴ്സ്. അഥവാ കമ്പനി കൃത്യമായിട്ട് റൂൾസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻസ് പുറത്ത് പറയുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ലിസ്റ്റിംഗ് അഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. ഇറ്റ് എൻഷുർ ട്രാൻസ്പെറൻസി ആൻഡ് പ്രൊട്ടക്ഷൻ ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ ഈ ലിസ്റ്റിംഗ് അഗ്രിമെന്റ് സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം, എന്താണ് ഈ ഗവേണൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗവേണൻസ്? അല്ലെ, ആ വാക്ക് തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ ഗവേണൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇലക്ട്രോണിക്കലി ആയിട്ട് ചെയ്യുക, ഓൺലൈൻ ആയിട്ട് ചെയ്യുക. എന്തിനാ അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത്? ഈ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രകൃതിയെ ഒരു സംരക്ഷിക്കുന്ന ഭാഗമാണ് അല്ലെ? കാരണം നമ്മൾ പേപ്പറും കടലാസും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അത് പ്രകൃതിക്ക് ദോഷമാണ്. അപ്പൊ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ ഗവേണൻസിന്റെ ഒരു ഭാഗമാണ്. പിന്നെ ഒക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ തരികിട പരിപാടികളൊന്നും ഈ ഗവേണൻസ് ആയിട്ട് ചെയ്താൽ നടക്കൂല അല്ലെ? അപ്പൊ നമ്മളൊക്കെ ഓൺലൈനായിട്ട് ചെയ്താൽ കറക്റ്റ് റെക്കോർഡ് ഉണ്ടാവും, കറക്റ്റ് രേഖകൾ ഉണ്ടാവും, ഡോക്യുമെന്റുകൾ ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ വെട്ടിത്തിരുത്താനോ മാറ്റാനോ ഒന്നും കഴിയൂല. അതൊക്കെ കറക്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഗവേണൻസ് ചെയ്യുന്നത്. നോക്കാം. ഈ ഗവേണൻസ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബൈ ഗവൺമെന്റ് ടു പ്രൊവൈഡ് സർവീസ്. ഗവൺമെന്റ് അവരുടെ സർവീസുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുക? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്യുക അല്ലെ? ഇപ്പൊ നമുക്കറിയാം ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളും ത്രൂ ഓൺലൈൻ ആണ് അല്ലെ? അക്ഷയൊക്കെ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. നമ്മൾ എന്ത് ഒരു ഇപ്പോ പെൻഷൻ അപേക്ഷിക്കണമെങ്കിലും മറ്റ് ആധാർ കാർഡ് റിന്യൂ ചെയ്യണമെങ്കിലും ഒക്കെ നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് ചെയ്യാറുള്ളത് അല്ലെ? ഓക്കെ, അപ്പൊ ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇംപ്രൂവ് ട്രാൻസ്പെറൻസി, എഫിഷ്യൻസി ആൻഡ് ആക്സസിബിലിറ്റി ഓഫ് ഗവൺമെന്റ് സർവീസ്. ഗവൺമെന്റ് കൊടുക്കുന്ന സർവീസുകൾ അത് എഫിഷ്യന്റ് ആക്കാൻ വേണ്ടിയിട്ട്, ട്രാൻസ്പെറന്റ് ആക്കാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഗവേണൻസ് സഹായിക്കുന്നുണ്ട്.
ഇറ്റ് ഓൾസോ റെഡ്യൂസസ് കറപ്ഷൻ ആൻഡ് ഡിലേ. അല്ലെ, ഒക്കെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ അവിടെ കൈക്കൂലി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഡിലേ വരുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒക്കെ വളരെ സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് എന്താണ് വിസിൽ ബ്ലോവിംഗ്? വിസിൽ ബ്ലോവിംഗ് നോക്കാം. ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് റിപ്പോർട്ടിംഗ് അൺഎത്തിക്കൽ ആൻഡ് ഇല്ലീഗൽ ആൻഡ് ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് വിത്തിൻ ഓർഗനൈസേഷൻ. അഥവാ നമ്മുടെ സ്ഥാപനത്തിനകത്ത് എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി നടന്നു, അല്ലെങ്കിൽ അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം നടന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡുകൾ ഉണ്ടായി, അത് കമ്പനിയുടെ ഉള്ളിലുള്ള ആള് തന്നെ അത് ബോധിപ്പിക്കുക, അത് അറിയിക്കുക, അത് പറഞ്ഞു കൊടുക്കുക, അതിനെയാണ് വിസിൽ ബ്ലോവിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കമ്പനിയുടെ ഒരു എംപ്ലോയി ആണെന്ന് വെച്ചോളി, അയാള് ഒരു പ്രശ്നം മനസ്സിലാക്കുകയാണ്. ഇപ്പൊ ഒരു അക്കൗണ്ടന്റ് ആണ് കമ്പനിയുടെ, അയാൾ അവിടെ ഫിനാൻഷ്യൽ ഡാറ്റയിൽ എന്തെങ്കിലുമൊക്കെ തരികിട അവർ ചെയ്തിട്ടുണ്ട്, ടോപ്പ് ലെവല് അവരുടെ പണം തട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോളൂ. അയാൾ എന്ത് ചെയ്യാണ്? അത് റിപ്പോർട്ട് ചെയ്യാണ്. അപ്പൊ കമ്പനിക്കുള്ളിൽ നടന്നിട്ടുള്ള ഒരു അണത്തിക്കൽ ആയിട്ടുള്ള, ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, റിപ്പോർട്ട് ചെയ്യുക, അതിനെയാണ് വിസിൽ ബ്ലോവിംഗ് എന്ന് പറയുന്നത്. അല്ലെ, ഇറ്റ് ഈസ് യൂഷ്വലി ഡൺ ബൈ എംപ്ലോയീസ്. എംപ്ലോയീസ് ആണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസൈഡേഴ്സ്, കമ്പനിക്ക് അകത്തുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നത്. who reveal wrong doing. അവരുടെ ഡ്യൂട്ടി എന്താ? അവരെന്താ ചെയ്യുന്നത്? റിവീൽ റോങ് ഡൂയിങ്. കമ്പനിക്ക് അകത്തുള്ള എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഒരു കാര്യം, അല്ലെ, എന്തെങ്കിലും പ്രശ്നമായിട്ടുള്ള ഒരു കാര്യം, അത് ചൂണ്ടിക്കാണിക്കലാണ് വിസിൽ ബ്ലോവിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ ഒരു സിമിലർ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചെറിയ ക്ലാസ്സിലൊക്കെ, ഇപ്പോ 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ ഒരു കുട്ടി കോപ്പി അടിക്കണമെങ്കിൽ അപ്പുറത്തിരിക്കുന്ന കുട്ടി കാണിച്ചു തരും, അല്ലെ, ഇതാ സാറേ ഇവൻ കോപ്പി അടിക്കുന്നത് പറഞ്ഞിട്ട് കാണിച്ചു തരും. അതൊരു വിസിൽ ബ്ലോവിംഗ് ആണ്. കൂട്ടത്തിലുള്ള ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനുണ്ട്. നിങ്ങളെ കേസിലില്ല കേട്ടോ, ഡിഗ്രിക്ക് അങ്ങനെയല്ല. അതുപോലെ ഓക്കെ, അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കമ്പനിക്കുള്ളിലുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്കിനെ, പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുന്നതിനെയാണ് വിസിൽ ബ്ലോവിംഗ് എന്ന് പറയാം. അത് ചെയ്യുന്ന ആളാണ് വിസിൽ ബ്ലോവർ എന്ന് പറയാം കേട്ടോ, വിസിൽ ബ്ലോവർ എന്ന് പറയാം. ദ പർപ്പസ് ഈസ് ടു പ്രൊട്ടക്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ എത്തിക്കൽ പ്രാക്ടീസസ്. കൃത്യമായിട്ട് ഒരു പൊതു താല്പര്യം നിലനിർത്തുക, അതുപോലെ ഒക്കെ എത്തിക്കലി ഫോളോ ചെയ്യുന്നതാക്കുക എന്നുള്ളതാണ് വിസിൽ ബ്ലോവിന്റെ ഉദ്ദേശം. ചെയ്യുന്ന ആൾ വിസിൽ ബ്ലോവർ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചെയ്താൽ അയാൾക്ക് നല്ല പണി കിട്ടും, അല്ലെ. ഇപ്പൊ കമ്പനീന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവർ അയാളെ എതിർക്കും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആക്ട് വരെ ഉണ്ട് കേട്ടോ, വിസിൽ ബ്ലോവിംഗ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് വരെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് വെരിഫിക്കേഷൻ? വൗച്ചിങ്, വെരിഫിക്കേഷൻ, ഇങ്ങനെ 2 ടേം ഉണ്ട് കേട്ടോ. വൗച്ചിങ് നമ്മൾ താഴെ പറയുന്നുണ്ട്. വൗച്ചിങ് എന്ന് പറഞ്ഞാല് നമ്മുടെ കുറെ ഡോക്യുമെന്ററി എവിഡൻസുകൾ ഉണ്ട്. കുറെ വൗച്ചർ ഉണ്ടാവും, ബില്ല് ഉണ്ടാവും, റെസിപ്റ്റ് ഉണ്ടാവും, അങ്ങനെ കുറെ പേപ്പറുകൾ ഉണ്ടാവും. അതൊക്കെ കറക്റ്റ് അല്ലേ എന്ന് വെരിഫൈ ചെയ്യുന്നതാണ്, കൃത്യമായിട്ട് നോക്കുന്നതിനെയാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും നമ്മുടെ കയ്യിലുള്ള ബില്ലുകൾ ഉണ്ടാവും, അല്ലെ, കുറെ, അതിന് വൗച്ചേഴ്സ് എന്നാ പറയാം കേട്ടോ. ഈ വൗച്ചേഴ്സ് നമ്മൾ വെരിഫൈ ചെയ്യുന്നതിനെ, കറക്റ്റ് അല്ലേ നോക്കുന്നതിന്. അപ്പൊ ഒരു ഉദാഹരണം, ഒരു ബില്ലില് 1000 രൂപ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്താണ്, അതിൽ 1000 തന്നെ അല്ലേ കൊടുത്ത് നോക്കുക, അല്ലെ. അങ്ങനെ ഓരോ ബില്ലും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഒക്കെ വെച്ച് കറക്റ്റ് നോക്കുന്നതിനെയാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. എന്നാൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതല്ല. ആ സാധനം, അപ്പൊ നമ്മളെ അസറ്റുകൾ, പ്രത്യേകിച്ച് അസറ്റുകൾ, അതുപോലെ ലയബിലിറ്റീസ്, അതൊക്കെ കൃത്യമായിട്ട് ഇല്ലേ എന്ന് നോക്കുക. ഒരു ഉദാഹരണം, ഇപ്പൊ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എഴുതിയിട്ടുണ്ട് ഒരു ബിൽഡിങ് ഒരു 5 ലക്ഷം രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയണം, ബിൽഡിങ് 5 ലക്ഷം രൂപ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? അത് പോയി നോക്കുകയാണ്. നമ്മളിങ്ങനെ എണീറ്റ്, നമ്മൾ ഓഫീസിൽ ഇരുന്നിട്ടല്ല ചെയ്യാട്ടോ, നമ്മളിങ്ങനെ എണീറ്റ് ആ ബിൽഡിങ്ങിന്റെ അടുത്ത് പോയി, ചിലപ്പോൾ ഒരു എഞ്ചിനീയറൊക്കെ വിളിക്കും, എന്നിട്ട് ഇങ്ങനെ വെരിഫൈ ചെയ്യും. അത് 5 ലക്ഷം രൂപയുടെ 5 ലക്ഷം വെറുത്തുള്ള, 5 ലക്ഷം വാല്യൂ ഉള്ളതില്ലേ എന്ന് നോക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ അത് ഒരു 5 ലക്ഷത്തിന്റെ മൂല്യമുള്ളതല്ല, ആകെ 2 ലക്ഷം രൂപയുടെ ബിൽഡിംഗ് ആണ്. അപ്പൊ നമ്മളത് വെട്ടി തിരുത്തും. അപ്പൊ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ചെക്കിംഗ് ദ എക്സിസ്റ്റൻസ്, ഓണർഷിപ്പ് ആൻഡ് വാല്യൂ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി. അസറ്റ് ലയബിലിറ്റീസ്, അതിന്റെ ഓണർഷിപ്പ് നോക്കുക, അതിന്റെ ഉടമസ്ഥാവകാശം നോക്കുക, അതിന്റെ വാല്യൂ നോക്കുക, അല്ലെ. ഇതൊക്കെ വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്യാൻ ഒരു കാര്യം മനസ്സിലാക്കട്ടെ, നമ്മളിങ്ങനെ ഓഫീസിൽ ഇരുന്ന് ചെയ്യല്ല, നേരിട്ട് അതിന്റെ അടുത്ത് പോയിട്ട് നോക്കണം. ഒരു മെഷീനറി ഉണ്ട് എന്ന് വെച്ചോളി, നമ്മൾ എന്ത് ചെയ്യണം? ആ ഫാക്ടറി പോകണം, എന്നിട്ട് ആ മെഷീനറി അവിടെ അല്ലേ, ഒരു ഉടായ്പൊന്നും ചെയ്യല്ലോ എന്ന് കറക്റ്റ് നോക്കണം. അതാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് എൻഷുർ ദാറ്റ് ഐറ്റംസ് ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ് ആർ ട്രൂ ആർ കറക്റ്റ്. ബാലൻസ് ഷീറ്റ് കൊടുത്തുള്ള ഓരോ സാധനങ്ങളും, ബാലൻസ് ഷീറ്റ് കൊടുത്ത കാരണം എന്തേക്കാരം? അസറ്റ് ലയബിലിറ്റി, അല്ലെ, അത് ഓരോന്നും കൃത്യമല്ലേ എന്നുള്ളത് വെരിഫൈ ചെയ്യുന്നതിനെയാണ് വെരിഫിക്കേഷൻ എന്ന് പറയാം. ഇറ്റ് ഹെൽപ്സ് ഡിറ്റക്ടിങ് ഫ്രോഡ് ആൻഡ് എറേഴ്സ്. നമ്മുടെ ഫ്രോഡുകൾ, എറേഴ്സ് ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് വെരിഫിക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ക്രെഡിറ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. നോക്കാം, ക്രെഡിറ്റ് റേറ്റിംഗ് ഈസ് ദ ഇവാലുവേഷൻ ഓഫ്, അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വാക്ക് ഇതാണ്, ക്രെഡിറ്റ് വേർത്തിനെസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ക്രെഡിറ്റ് വേർത്തിനെസ് റേറ്റ് ചെയ്യുക. എന്താ ഈ ക്രെഡിറ്റ് വേർത്തിനെസ് എന്ന് പറയുന്നത്?
അതാ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാനുള്ള കഴിവ്. ഓക്കെ, ഇറ്റ് ഇൻഡിക്കേറ്റ് എബിലിറ്റി ഓഫ് ദ ബോറോവർ ടു റീപേ ഡെറ്റ് ഓൺ ടൈം. നമ്മൾ അല്ലെ, ചില ആൾക്കാർക്ക് ഉണ്ടാവും കടം വാങ്ങിയിട്ട് പിന്നെ തരാതെ മുങ്ങിയെടുക്കുന്നത്. ആ പരിപാടിയല്ല. നമ്മളൊരു കമ്പനി ഒരു കടം വാങ്ങിക്കഴിഞ്ഞാൽ, ഒരു ഡെറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയത്ത് എത്രത്തോളം കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് പറയുന്നത്. അപ്പൊ ക്രെഡിറ്റ് റേറ്റിംഗ് കൂടുതലുള്ള കമ്പനിക്ക് നല്ലൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പൊ കറക്റ്റ് അവർ കടങ്ങൾ കൊടുത്ത് തീർക്കുന്ന ആളാണ്. അപ്പൊ നല്ലൊരു ആളുകളുടെ ഇടയിൽ നല്ലൊരു ഇമേജ് ഉണ്ടാവും. അപ്പൊ എത്രത്തോളം ഒരു കമ്പനിക്ക് അവരുടെ ഡെറ്റ് കൊടുത്ത് തീർക്കാൻ പറ്റുന്നുവോ അതിനെയാണ് ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് പറയാ. അത് റൈറ്റ് ചെയ്യുന്നതിനെയാണ് ക്രെഡിറ്റ് റൈറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിനടുത്തത് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം? അഥവാ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് കമ്പനിയുടെ ഡിസിഷൻസിന് എതിരെ വോട്ട് ചെയ്യുന്നതിനെയാണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നത് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് അല്ലെ. ഇപ്പോ കമ്പനിത്തെ ഒരു മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് മാനേജ്മെന്റ് എടുത്തൊരു തീരുമാനം അല്ലെങ്കിൽ കമ്പനി എടുത്തൊരു ഡിസിഷൻ, ആ ഡിസിഷനെതിരെ അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രൂപത്തിൽ അവർ വോട്ട് ചെയ്യണം. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ആ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അവരുടെ താല്പര്യത്തിനെതിരെ, ഷെയർ ഹോൾഡേഴ്സിന്റെ ഇഷ്ടത്തിനെതിരെ കമ്പനി എന്തെങ്കിലും തീരുമാനം എടുത്താൽ, മാനേജ്മെന്റ് എന്തെങ്കിലും തീരുമാനം എടുത്താൽ, ഈ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ആ തീരുമാനത്തിനെതിരെ ആക്ട് ചെയ്യുന്നതാണ് ഷെയർ ഹോൾഡർ ആക്ടിവിസം എന്ന് പറയുന്നത്. നോക്കാം. It refers to the actions taken by shareholders to influence കമ്പനി ഡിസിഷൻ. കമ്പനിയുടെ തീരുമാനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാക്ട് ചെയ്യുക? ഷെയർ ഹോൾഡേഴ്സ് ആക്ട് ചെയ്യുക അല്ലെ. കമ്പനി എടുത്ത തീരുമാനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മാനേജ്മെന്റ് എടുത്ത തീരുമാനങ്ങൾക്കെതിരെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ആക്ട് ചെയ്യുന്നതിനെയാണ് ഷെയർ ഹോൾഡർ ആക്ടിവിസം എന്ന് പറയുന്നത്. They may demand changes in management policies of corporate governance. ഇത് മെയിൻ ആയിട്ട് ഉണ്ടാവുക മാനേജ്മെന്റിന്റെ പോളിസികൾക്കെതിരെ, അവരുടെ തീരുമാനങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ അവർ കോർപ്പറേറ്റ് ഗവൺമെന്റ്സിനെതിരെ ആയിട്ട് ആക്ട് ചെയ്താലാണ് ഷെയർ ഹോൾഡർ ആക്ടിവിസം ഉണ്ടാവാറുള്ളത്. ദ എയിംസ് ടു പ്രൊട്ടക്ട് ദയർ ഇൻവെസ്റ്റ്. ഇത് എന്തിനു വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത്? ടു പ്രൊട്ടക്ട് ദയർ ഇൻവെസ്റ്റ്. ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുക, ആ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് ഷെയർ ഹോൾഡർ ആക്ടിവിസം നടത്തുന്നത്. ഇനി എന്താണ് ടാക്സ് ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ്? The main objective of tax audit is to ensure proper maintenance of books of accounts. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാക്സ് ഓഡിറ്റ് നടത്തുന്നത്. ഇറ്റ് വെരിഫൈ ദാറ്റ് ടാക്സ് പേയർ കംപ്ലൈസ് വിത്ത് ടാക്സ് ലോസ് ആൻഡ് റെഗുലേഷൻസ്. അഥവാ ടാക്സ് കൊടുക്കുന്ന കമ്പനി ടാക്സിൽ പറഞ്ഞിട്ടുള്ള ലോസും റെഗുലേഷൻസും ഒക്കെ അനുസരിച്ച് തന്നെയല്ലേ മുന്നോട്ട് പോകുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ടാക്സ് ഓഡിറ്റ് നടത്തുന്നത്. It also helps in correct calculation of taxable income. ഒരു കമ്പനിക്ക് എത്രത്തോളം ടാക്സ് കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ടാക്സ് ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. അടുത്തൊരു ചോദ്യം, എന്താണ് ഓഡിറ്റ് കമ്മിറ്റി? ഓഡിറ്റ് കമ്മിറ്റി എന്താണ്? An audit committee is a group of directors. ഡയറക്ടേഴ്സിന്റെ ഒരു ടീമിനെയാണ് ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയാ. റെസ്പോൺസിബിൾ ഫോർ ഓവർസീയിങ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗും കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, കറക്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടേഴ്സിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് ഓഡിറ്റ് കമ്മിറ്റി എന്ന് വിളിക്കുന്നത്. ഇറ്റ് മോണിറ്റേഴ്സ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ആൻഡ് വർക്ക് ഓഫ് ദ ഓഡിറ്റർ. ഇവരെന്ത് ചെയ്യും? കമ്പനിക്കുള്ളിലുള്ള ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം കൃത്യമായിട്ട് മെഷർ ചെയ്യും. അതുപോലെ തന്നെ വർക്ക് ഓഫ് ഓഡിറ്റേഴ്സിന്റെ വർക്കുകൾ കറക്റ്റ് വെരിഫൈ ചെയ്യും. അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കും. The committee ensure transparency and reliability of financial statement. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ട്രാൻസ്പെറൻസി അഥവാ സുതാര്യതയും അതുപോലെ വിശ്വാസ്യതയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റ് കമ്മിറ്റി വർക്ക് ചെയ്യുന്നത്. ഇനി എന്താണ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ്? ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് ആർ ഗൈഡ് ലൈൻസ് issued by professional bodies for conducting audit. ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന കുറച്ച് ഗൈഡ് ലൈൻസിനെയാണ് ആരാ? അത് പ്രൊഫഷണൽ ബോഡീസ്. ഇപ്പോൾ നമ്മൾ ICA പോലത്തെ പ്രൊഫഷണൽ ബോഡീസ് ഇഷ്യൂ ചെയ്യുന്ന ഗൈഡ് ലൈൻസിനെയാണ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയാം. ഓഡിറ്റ് നടത്തുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഫഷണൽ ബോഡീസ് പുറത്തിറക്കുന്ന ഗൈഡ് ലൈൻസിനെയാണ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയാം. They ensure uniformity, quality and reliability of audit work. അപ്പോൾ ഓഡിറ്റ് വർക്ക് എല്ലാവരും ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട്, യൂണിഫോമിറ്റി കൊണ്ടുവരാൻ, അതുപോലെ അതിൽ ക്വാളിറ്റിയും റിലയബിലിറ്റി ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് സ്റ്റാൻഡേർഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓഡിറ്റേഴ്സ് മസ്റ്റ് ഫോളോ ദീസ് സ്റ്റാൻഡേർഡ്സ് വൈൽ പെർഫോമിംഗ് ദെയർ ഡ്യൂട്ടി. ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ സ്റ്റാൻഡേർഡുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്? ക്വാളിഫൈഡ് റിപ്പോർട്ട് ഇസ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂഡ് വെൻ ഓഡിറ്റർ find certain issues in financial statement. നോക്കാം, ഓഡിറ്റർ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കണ്ടെത്തി കഴിഞ്ഞാൽ നോക്കാം, അങ്ങനെ ആ ഇഷ്യൂ രേഖപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടിനെയാണ് ക്വാളിഫൈഡ്
ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ആർ മോസ്റ്റ്ലി കറക്റ്റ് എക്സെപ്റ്റ് സം സ്പെസിഫിക് മാറ്റേഴ്സ്. അപ്പോ അതിൽ പറയും മെജോറിറ്റി കാര്യങ്ങളും കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ച് കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ട് എന്ന് പറയും അല്ലെ. അത് കൃത്യമായിട്ട് അവിടെ സ്പെസിഫൈ ചെയ്യും, അത് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും അവിടെ പറയും. അപ്പൊ അങ്ങനത്തെ റിപ്പോർട്ടിനെയാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയാ. ഓക്കെ, ഇതോടുകൂടി 5 മാർക്കിന്റെ നമ്മൾ 15ഓളം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. സോറി, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യമായിട്ട് ഒരു ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഓഡിറ്റിംഗും ഇൻവെസ്റ്റിഗേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ആദ്യം ഞാൻ പറയാം, ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ, കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യുന്നതിനെയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ചെയ്യുന്നതല്ല. എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടായി, ഒരു ഉദാഹരണം, ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് കൂടുതൽ വരുന്നില്ല, പ്രോഫിറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ സെയിൽസിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ആ കാര്യത്തെ മാത്രം സ്പെസിഫൈ ചെയ്തുകൊണ്ട് നോക്കുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ അല്ലെ, എന്തെങ്കിലും ഒരു കേസ് വരുമ്പോൾ അതിനെ കുറിച്ച് അന്വേഷിക്കുക. ഇവിടെ അതന്നെയാണ്, നമ്മൾ ഫിനാൻഷ്യൽ ഡാറ്റയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കേസ് വരുമ്പോൾ, എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ അതിനെ ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുന്നതിനെയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കാം, ഒബ്ജക്റ്റീവ് ടു ഫൈൻഡ് വെദർ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എക്സിബിറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ബിസിനസ്. അപ്പോൾ ഓഡിറ്റിംഗിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അല്ലെ, അത് മാത്രമാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കറക്റ്റ് അല്ലേ, അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കലാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കൃത്യമല്ല എന്ന് ചെക്ക് ചെയ്യുക. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ടു നോ എസെൻഷ്യൽ ഫാക്ട്, ചില സത്യങ്ങൾ കണ്ടെത്താണ്, അബൌട്ട് എ മാറ്റർ അണ്ടർ എൻക്വയറി. നമ്മൾ എന്തിനെ കുറിച്ചാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്, എന്തിനെ കുറിച്ചാണോ നമ്മൾ പഠിക്കുന്നത്, ആ പോയിന്റില്, ആ ഒരു വിഷയത്തില് കൃത്യമായിട്ടുള്ള ഫാക്റ്റുകൾ കണ്ടെത്തുക, സത്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇൻവെസ്റ്റിഗേഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. 2 പീരീഡ് നമുക്കറിയാം. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് കവർ 1 അക്കൗണ്ടിങ് ഇയർ. ഒരു അക്കൗണ്ടിങ് ഇയറിലാണ് ഓഡിറ്റിംഗ് അല്ലെ, ഒരു അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യാറുള്ളത്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ മേ കവർ മോർ ദാൻ 1 അക്കൗണ്ടിങ് ഇയർ. ഇവിടെ അങ്ങനെ ഒരു ഇയർ എന്നുള്ളൊരു കാറ്റഗറി ഒന്നുമില്ല. എപ്പോഴാണോ കേസ് വരുന്നത് അല്ലെ, എപ്പോഴാണോ പ്രശ്നം വരുന്നത്, അപ്പോഴാണ് അവിടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. ചിലപ്പോൾ ഒരു വർഷം തന്നെ 2, 3, 4 ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വരാൻ സാധ്യതകളുണ്ട്. ചിലപ്പോൾ ചില വർഷങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവാറേ ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇയർ എന്നുള്ള ബേസ് ഒന്നും അവിടെ അല്ല, ചിലപ്പോൾ ഒന്നിലധികം വരാറുണ്ട്. ഇനി കണ്ടക്റ്റഡ്, ആരാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്? പ്രൊപ്രൈറ്റേഴ്സ് ഓൺലി അല്ലെ, കമ്പനിയുടെ ഓണേഴ്സ്, പ്രൊപ്രൈറ്റേഴ്സ്, അവരാണ് ഓഡിറ്റിംഗ് നടത്താറുള്ളത്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ക്യാരിഡ് ഔട്ട് ഓൺ ബിഹാഫ് എനി പാർട്ടി ഇൻട്രസ്റ്റഡ് ഇൻ ദ മാറ്റർ. ആർക്കും ഇൻവെസ്റ്റിഗേഷൻ നടത്താം. ആ ഒരു ടോപ്പിക്കുമായിട്ട്, ആ ഒരു പ്രശ്നവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആർക്കും എന്ത് ചെയ്യാം, ഇൻവെസ്റ്റിഗേഷൻ നടത്താം. ചിലപ്പോൾ ഗവൺമെന്റ് ആയിക്കാരം, ചിലപ്പോൾ സപ്ലൈസ് ആയിക്കാരം, ചിലപ്പോൾ എംപ്ലോയീസ് ആയിക്കാരം. ഓക്കെ, ആ ഒരു ഇഷ്യൂമായിട്ട് ആരൊക്കെയാണോ ഇൻവോൾവ് ആവുന്നത് അവർക്കൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി പറ്റും. ഇതിന്റെ സ്കോപ്പ് പറയാണ്, ഇറ്റ് റെസ്ട്രിക്റ്റഡ് ടു ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അഥവാ സ്കോപ്പ് ഇവിടെ നാരോ ആണ്. നിങ്ങൾ അങ്ങനെ വരുന്നത് കേട്ടോ, നാരോ സ്കോപ്പ് ആണ്. അഥവാ വെറും ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും മാത്രമാണ് എവിടെ നോക്കുന്നത്, നമ്മുടെ ഓഡിറ്റിംഗ് നോക്കുന്നത്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയല്ല, ഇറ്റ്സ് എ വൈഡർ സ്കോപ്പ്. കാരണം ഒരു ഇഷ്യൂ വന്നാൽ ആ ഇഷ്യൂമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവിടെ അന്വേഷിക്കും, പരിശോധിക്കും. അപ്പൊ അതിന് വൈഡർ സ്കോപ്പ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി കമ്പൽഷൻ, ഓഡിറ്റ് ഈസ് ലീഗലി കമ്പൽസറി, നിയമപ്രകാരം നിർബന്ധമായിട്ടും കമ്പനീസ് ചെയ്യേണ്ടതാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഓഡിറ്റ് ചെയ്ത് അതിന്റെ റിപ്പോർട്ടൊക്കെ കൃത്യമായിട്ട് ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യണം. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ വളണ്ടറി, അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. പ്രശ്നം വന്നാൽ കമ്പനിക്ക് വേണമെങ്കിൽ ചെയ്യാം, അവരുടെ ഇഷ്ടമാണ്. ഇപ്പൊ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെയ്താൽ കൃത്യമായിട്ട് അവർക്ക് ആ തെറ്റ് കണ്ടെത്താൻ പറ്റും. ഇനി ടൈം, ഇറ്റ് മേ ബി കണ്ടക്റ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. നമുക്കറിയാം ഓഡിറ്റിംഗ് ഒരു വർഷാവസാനത്തിലാണ് നമ്മളത് കണ്ടക്ട് ചെയ്യാറുള്ളത്, വർഷത്തിന്റെ എൻഡിലാണ് നമ്മളത് ചെയ്യാറുള്ളത്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ഇറ്റ് മേ ബി കണ്ടക്റ്റഡ് അറ്റ് എനി ടൈം, ഏത് സമയത്തും, ഇൻ കേസ് ഓഫ് സസ്പീഷൻ അബൌട്ട് എനി ട്രാൻസാക്ഷൻ അല്ലെ, ഏത് സമയത്തും ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ഇഷ്യൂ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ, ഒരു ട്രാൻസാക്ഷനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ ആ സമയത്ത് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറ്റും. ഈ റിപ്പോർട്ട് ഫോം ഓഫ് റിപ്പോർട്ട് ഈസ് പ്രിസ്ക്രൈബ്ഡ്. ഓഡിറ്റിംഗിന്റെ റിപ്പോർട്ട് തോന്നിയ പോലെ ഉണ്ടാക്കാൻ പറ്റില്ല, അതിന് കൃത്യമായിട്ട് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ട്, കറക്റ്റ് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ മാത്രമേ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇൻവെസ്റ്റിഗേഷന്റെ കേസിൽ അങ്ങനെ ഒരു നോട്ട് പ്രിസ്ക്രൈബ്ഡ്, അങ്ങനെ ഒരു ഫോമും നിലവിലില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ വേണേലും നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ദെൻ അപ്പോയിന്റ്മെന്റ്, ഓണേഴ്സ് ആണ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെ. ഓഡിറ്റേഴ്സിന് ആരാണ് അപ്പോയിന്റ് ചെയ്യുക? ഓണേഴ്സ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ഈവൻ തേർഡ് പാർട്ടി ക്യാൻ അപ്പോയിന്റ് ഇൻവെസ്റ്റിഗേറ്റർ. ഒരു ബിസിനസ്സുമായി ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ ബിസിനസിന് പുറത്തുള്ള ഒരാൾക്ക്, ഇപ്പോൾ ഗവൺമെന്റ് അല്ലെ, ഒരു ബിസിനസ്സിന് എന്തെങ്കിലും പ്രശ്നം കാണാൻ അയാൾക്ക് എന്ത് ചെയ്യാം, ഗവൺമെന്റിന് എന്ത് ചെയ്യാം, ഒരു ഇൻവെസ്റ്റിഗേറ്റർ വെക്കാൻ പറ്റും. അപ്പോൾ പുറത്തുള്ള ആൾക്ക് പോലും ഒരു ഇൻവെസ്റ്റിഗേറ്റർ
ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്വാളിഫിക്കേഷൻ നമുക്കറിയാം, ഒരു ഓഡിറ്ററുടെ ക്വാളിഫിക്കേഷൻ, ദ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് മസ്റ്റ് പ്രോപ്പർ ക്വാളിഫിക്കേഷൻ. മെയിൻ ആയിട്ട് CA അല്ലെ, CA കഴിഞ്ഞ ആളുകളെയാണ് ഓഡിറ്റേഴ്സ് ആയിട്ട് നിയമിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണം. എന്നാൽ ഇവൻ an employee preferred by chartered accountant may appoint an investigation. അപ്പൊ കമ്പനിയുടെ ഒരു എംപ്ലോയിക്ക് പോലും ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് മാറാൻ പറ്റും. അപ്പൊ അതിന് അങ്ങനെ ക്വാളിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല, ആർക്കും വേണമെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് മാറാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, കാഡ്ബറി റിപ്പോർട്ട് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ട് കാഡ്ബറി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണങ്ങൾ, അതിൽ എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? The Cadbury report was published in 1992. 1992 കാഡ്ബറി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. UK-ലാണ് കേട്ടോ, UK-ലാണ്. എന്തിനാ? ടു ഇംപ്രൂവ് കോർപ്പറേറ്റ് ഗവർണൻസ് പ്രാക്ടീസസ്. കോർപ്പറേറ്റ് ഗവർണൻസ് പ്രാക്ടീസസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊന്നും കൂടെ ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അഡ്രിയാൻ കാഡ്ബറി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ടീമാണ് ആ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി എന്താണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്? റിപ്പോർട്ട് ഫോക്കസ് ഓൺ ഇംപ്രൂവിംഗ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ കമ്പനീസ്. കമ്പനിയിൽ കൃത്യമായിട്ട് ഒരു അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരണം, അതുപോലെ തന്നെ ഒരു ട്രാൻസ്പെറൻസി, സുതാര്യത കൊണ്ടുവരണം എന്നാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. വീണ്ടും അതിൽ പറയാണ്, ഇറ്റ് റെക്കമെൻഡ് സെപ്പറേഷൻ ഓഫ് ദ റോൾസ് ഓഫ് ചെയർമാൻ ആൻഡ് CEO. ഒരു കമ്പനിയുടെ ചെയർമാനും അതുപോലെ തന്നെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അദ്ദേഹത്തിന്റെ ഒക്കെ റോളുകൾ അതിൽ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ, അത് കറക്റ്റ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. ഇറ്റ് എംബസിസ് ഓൺ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഓൺ ബോർഡ്. നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ആരുണ്ടാവണം? ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവണം, എങ്കിലേ കമ്പനി കൃത്യമായിട്ട് മുന്നോട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ ആരും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പൊ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവണമെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദ റിപ്പോർട്ട് ഓൾസോ സജസ്റ്റ് ഫോർമേഷൻ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി ഇൻ കമ്പനി. കമ്പനിയിൽ നിർബന്ധമായിട്ടും ഒരു ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം, അവര് ഫിനാൻഷ്യൽ ഡാറ്റകൾ കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്തിരിക്കണം എന്നും ഈ ഒരു കമ്മിറ്റി പറയുന്നുണ്ട്. ഇറ്റ് ബിക്കേം ദ ഫൗണ്ടേഷൻ ഓഫ് മെനി മോഡേൺ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസസ് അറൗണ്ട് ദ വേൾഡ്. ഈ ഒരു കമ്മിറ്റി പ്രകാരം വേൾഡിൽ ഒരുപാട് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു ചോദ്യമാണ്, എന്താണ് ഗ്രീൻ കോർപ്പറേറ്റ് ഗവേണൻസ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രൂപത്തിൽ, എൻവയോൺമെന്റിനെ സംരക്ഷിക്കുന്ന രൂപത്തിൽ, എൻവയോൺമെന്റിന് കൃത്യമായിട്ട് ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഗ്രീൻ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയാം. നോക്കാം, ഇറ്റ് റെഫേഴ്സ് ടു ഇന്റഗ്രേഷൻ ഓഫ് എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി ഇൻ ടു കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസസ്. അതായത് ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ, ഇവിടെ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസുകളും അതുപോലെ എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി ആണ് എന്താ? നമ്മളെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ പ്രകൃതിയെ സംരക്ഷിക്കുന്ന രൂപത്തിൽ, പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന രൂപത്തിൽ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസുകൾ കൊണ്ടുവരുന്നതിനെയാണ് ഗ്രീൻ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയാം. അപ്പൊ ആ വാക്കിൽ തന്നെ കിട്ടൂലെ, ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. കോർപ്പറേറ്റ് ഗവേണൻസ് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുക. അപ്പൊ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രൂപത്തിൽ കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുവരുന്നതിനെയാണ് ഗ്രീൻ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഇറ്റ് എൻകറേജ് കമ്പനീസ് ടു ഓപ്പറേറ്റ് ഇൻ എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ മാനർ. എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള വികസനവും കാര്യങ്ങളും കോർപ്പറേറ്റ് ഗവേണൻസ് ഒക്കെ കൊണ്ടുവരുന്നതിനെയാണ് ഇത് എൻകറേജ് ചെയ്യുന്നത്. ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ടു റെഡ്യൂസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് പ്രൊട്ടക്ട് നാച്ചുറൽ റിസോഴ്സസ്. മെയിൻ ആയിട്ട് ഇതാ എൻവയോൺമെന്റൽ പൊല്യൂഷൻ കുറയ്ക്കുക, അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സുകളെ പ്രൊട്ടക്ട് ചെയ്യുക. ഇതാണ് അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ഒന്നുകൂടെ പറയാണ്, എൻവയോൺമെന്റൽ പൊല്യൂഷൻസ്, കുറെ പൊല്യൂഷൻ ഇല്ലേ, സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അതുപോലെ എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, അങ്ങനെ കുറെ പൊല്യൂഷൻസ് ഉണ്ട്. അതൊക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സുകളെ പ്രൊട്ടക്ട് ചെയ്യുക. ഇതാണ് അതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് പ്രകൃതിക്ക് അനുയോജ്യമായ തരത്തിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാം. അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ബിസിനസ് പ്രാക്ടീസസ്, പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ബിസിനസ് പ്രാക്ടീസുകളിലേക്ക് ബിസിനസ് മാറുക. ഇതൊക്കെ അതിന്റെ ഒബ്ജക്റ്റീവ് ആണ്. ടു എൻഷുർ കംപ്ലൈൻസ് വിത്ത് എൻവയോൺമെന്റൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് അല്ലേ, നമ്മൾ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിൽ കുറെ റെഗുലേഷൻസ് ഉണ്ട്, കുറെ ലോസ് ഉണ്ട്, അതൊക്കെ കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളത് അതിന്റെ ലക്ഷ്യമാണ്. ഇംപ്രൂവ് കോർപ്പറേറ്റ് റെപ്യൂട്ടേഷൻ ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊണ്ടുവരിക, അതുപോലെ തന്നെ കോർപ്പറേറ്റ് റെപ്യൂട്ടേഷൻ കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് ഈ ഗ്രീൻ ഗവേണൻസിന്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഒന്ന്, അഡോപ്ഷൻ ഓഫ് എൻവയോൺമെന്റലി ഫ്രണ്ട്ലി പ്രൊഡക്ഷൻ മെത്തേഡ്. എൻവയോൺമെന്റിനെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള പ്രൊഡക്ഷൻ മെത്തേഡുകൾ ഉണ്ട്. ഒരു ഉദാഹരണം, ഒരു ഫാക്ടറി ഉണ്ട്, അതിൽ ഭയങ്കര എയർ പൊല്യൂഷൻ ഉണ്ടെന്ന് വെച്ചോളി. അപ്പൊ അതിലും മോഡേൺ ടെക്നോളജിയും ഒക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പോ എയർ പൊല്യൂഷൻ ഇല്ലാത്ത രൂപത്തിൽ
വായു മലിനീകരണം ഇല്ലാത്ത രൂപത്തിലുള്ള മെത്തേഡുകൾ അവർ അഡോപ്റ്റ് ചെയ്യുക അല്ലെ. അതൊരു ഗ്രീൻ ഗവേണൻസിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ ഓരോ കാര്യവും എന്ത് ചെയ്യുമ്പോഴും അതൊക്കെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറ്റും. ഒരു ഉദാഹരണം, മാർക്കറ്റിംഗ് ചെയ്യാണ്. അവരെന്ത് ചെയ്യണം, ഫുള്ള് നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യണം. പരസ്യം കൊടുക്കലൊക്കെ ഫുള്ള് സോഷ്യൽ മീഡിയയിലെ ഓൺലൈനായിട്ട് ഫ്ലക്സ് അടിക്കുന്നില്ല, നോട്ടീസ് അടിക്കുന്നില്ല അല്ലെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അത് എൻവയോൺമെന്റിനെ സംരക്ഷിക്കില്ല അല്ലെ. അപ്പൊ നമ്മൾ ഫ്ലക്സും നോട്ടീസും അങ്ങനെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികം എന്ത് ചെയ്യും, അത് എൻവയോൺമെന്റിനെ നശിപ്പിക്കുന്ന സാധനമാണ്. അപ്പൊ അതൊക്കെ ഇവരെ ഒഴിവാക്കിയിട്ട് ഫുള്ളി എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ഷൻ മെത്തേഡുകൾ ഉപയോഗിക്കുക. പിന്നെ എഫിഷ്യന്റ് യൂസ് ഓഫ് എനർജി ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്, നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെ അതുപോലെ തന്നെ എനർജിനൊക്കെ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ട്രാൻസ്പെറന്റ് എൻവയോൺമെന്റൽ റിപ്പോർട്ടിംഗ് ബൈ കമ്പനീസ്, എൻവയോൺമെന്റൽ റിപ്പോർട്ടിംഗ് അഥവാ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക. ഫോക്കസ് ഓൺ ലോങ് ടേം എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, ഒരുപാട് ദീർഘവർഷത്തേക്കുള്ള ഒരു എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരിക. ഇനി അടുത്തത് തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിന്റെ തിയറീസ് ആണ്. ഒന്ന്, ഏജൻസി തിയറി, അഥവാ ഇവിടെ പറയുന്നുണ്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ഓണേഴ്സ് അതുപോലെ മാനേജേഴ്സ്. ഓണർ എന്ന് പറഞ്ഞാൽ ആരാ? ഷെയർ ഹോൾഡേഴ്സ് ആണ് അല്ലെ. അതുപോലെ മാനേജർമാർ ബിസിനസ് നോക്കി നടത്തുന്ന ആളുകൾ. ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഏജൻസി തിയറിയിൽ പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് ശരിക്കും ബിസിനസിന്റെ യഥാർത്ഥ ഓണേഴ്സ് അല്ലെങ്കിൽ അതിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെ. അവരുടെ ഒരു ഏജന്റ് ആയിട്ടാണ് ആര് വർക്ക് ചെയ്യേണ്ടത്? മാനേജർമാർ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് എന്താണോ പറയുന്നത് അവര് പറയുന്നതിനനുസരിച്ച് മാത്രമേ ആർക്ക് ചെയ്യാൻ പറ്റുള്ളൂ? മാനേജേഴ്സിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു ഏജന്റ് ആയിട്ടാണ് മാനേജർമാർ വർക്ക് ചെയ്യേണ്ടത് എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് മാനേജേഴ്സ് ഷുഡ് ആക്ട് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. നമ്മൾ പറഞ്ഞു അല്ലെ, ഷെയർ ഹോൾഡേഴ്സിന്റെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ ഒരു ഏജന്റ് പോലെയാണ് മാനേജർമാർ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഏറ്റവും പവർ ആർക്ക് തന്നെയാണ്? ഷെയർ ഹോൾഡേഴ്സിനാണ് അല്ലെ. അവരെന്ത് പറയുന്നുവോ അതിനനുസരിച്ചായിരിക്കും മാനേജേഴ്സ് വർക്ക് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തത് സ്റ്റേക്ക് ഹോൾഡർ തിയറി. സ്റ്റേക്ക് ഹോൾഡർ തിയറി ഇവിടെ ഇമ്പോർട്ടൻസ് ആർക്ക് കൊടുക്കുന്നത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആരെ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും. അവിടെ എംപ്ലോയീസ് ഉണ്ടാവും, കസ്റ്റമേഴ്സ് ഉണ്ടാവും, സൊസൈറ്റി ഉണ്ടാവും, ഗവൺമെന്റ് ഉണ്ടാവും അല്ലെ, കമ്പനി സപ്ലയേഴ്സ് എല്ലാവരും വരും. കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതാണ് സ്റ്റേക്ക് ഹോൾഡർ തിയറി എന്ന് പറയുന്നത്. അപ്പൊ കമ്പനീസ് മസ്റ്റ് കൺസിഡർ ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റേക്ക് ഹോൾഡർ തിയറി ഫോളോ ചെയ്യുന്ന കമ്പനീസ് എന്താ ചെയ്യാറിയോ? എല്ലാ ആളുകളുടെ അടുത്തുനിന്നും റെപ്രസെന്റേറ്റീവ്സിന് തെരഞ്ഞെടുക്കും. ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ അടുത്തുനിന്ന്, എംപ്ലോയീസിന്റെ അടുത്തുനിന്ന്, സൊസൈറ്റിന്റെ അടുത്തുനിന്ന്, ഗവൺമെന്റ്, അങ്ങനെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അടുത്തുനിന്നും റെപ്രസെന്റേറ്റീവ്സിനെ തെരഞ്ഞെടുത്തിട്ടാണ് അവർ കാര്യങ്ങൾ തീരുമാനിക്കുക. അവരുമായി കൂടി ആലോചിച്ചിട്ടാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. അപ്പൊ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും ഇൻട്രസ്റ്റ് പരിഗണിക്കണമെന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. മൂന്നാമത്തത് സ്റ്റുവാർഡ്ഷിപ്പ് തിയറി. അവിടെ മാനേജേഴ്സ് ആക്ട് റെസ്പോൺസിബിൾ സ്റ്റുവാർഡ് ദ കമ്പനീസ് റിസോഴ്സസ്. ഇവിടെ പറയുന്നത് നമ്മൾ ഏജൻസി തിയറി പറഞ്ഞ പോലെ തന്നെ, പക്ഷെ അതിന്റെ ഒരു വേറെ ടേം ആണ്. അതായത് കമ്പനിയുടെ റിസോഴ്സസ് കൈകാര്യം ചെയ്യുന്ന, സംരക്ഷിക്കുന്ന ഒരു സംരക്ഷകനായിട്ടാണ് ആരിവിടെ വർക്ക് ചെയ്യേണ്ടത്? മാനേജേഴ്സ് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ മാനേജറിനെ നമ്മൾ ഏൽപ്പിക്കാണ് അല്ലെ, മാനേജർമാരെ ഏൽപ്പിക്കാണ് കമ്പനിയുടെ എല്ലാ റിസോഴ്സസും. അത് കൃത്യമായിട്ട് ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യേണ്ട ആളുകളായിട്ടാണ്, കൈകാര്യകർത്താക്കളായിട്ടാണ് മാനേജേഴ്സ് വർക്ക് ചെയ്യേണ്ടത്. മുകളിൽ ഏജന്റ് എന്ന് പറഞ്ഞു, ഇവിടെ സ്റ്റീവാർഡ്സ് എന്നാണ് പറഞ്ഞത്. അഥവാ അത് കൈകാര്യം ചെയ്യേണ്ട ആളുകളായിട്ടാണ് മാനേജേഴ്സ് വർക്ക് ചെയ്യേണ്ടത്. അതാണ് സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയിൽ പറയുന്നത്. ഇനി അടുത്തത് റിസോഴ്സ് ഡിപെൻഡൻസി തിയറി. റിസോഴ്സ് ഡിപെൻഡൻസി തിയറി, ഈ തിയറി പ്രകാരം ബോർഡ്സ് ഹെൽപ്പ് ഓർഗനൈസേഷൻ ഒബ്റ്റെയിൻ ഇമ്പോർട്ടന്റ് റിസോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ സപ്പോർട്ട്. അഥവാ കമ്പനിയുടെ റിസോഴ്സസിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ബോർഡ് ഹെൽപ്പ് ചെയ്യണം, അഥവാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതിനെ ഹെൽപ്പ് ചെയ്യണം. അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ നോക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇവിടെ റിസോഴ്സസുകളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ദ തിയറി എക്സ്പ്ലെയിൻ ഹൗ കോർപ്പറേറ്റ് ഗവേണൻസ് ഹെൽപ്പ് എൻഷുർ അക്കൗണ്ടബിലിറ്റി ആൻഡ് എഫക്റ്റീവ് മാനേജ്മെന്റ്. കൃത്യമായിട്ട് എങ്ങനെയൊക്കെയാണ് ഒരു കമ്പനി കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യേണ്ടതെന്ന് ഇതിൽ പറയുന്നുണ്ട്. ദേ ആൾസോ ഗൈഡ് കമ്പനീസ് ഇൻ മേക്കിംഗ് എത്തിക്കൽ ആൻഡ് റെസ്പോൺസിബിൾ ഡിസിഷൻ. കൃത്യമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് തിയറി സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ചോദ്യമാണ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റ് എന്നാൽ നമ്മൾ പറഞ്ഞില്ലേ, കമ്പനിക്ക് അകത്തുള്ള ഒരു ഓഡിറ്റ് വർക്കിനെയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയാം. അത് ആരാ ചെയ്യുന്നത്? കമ്പനിയുടെ ഉള്ളിലുള്ള എംപ്ലോയീസ് തന്നെയാണ് ചെയ്യുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ്, ഇന്റേണൽ ഓഡിറ്റ് ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. ബിസിനസിനുള്ളിലുള്ള
കൺട്രോൾ സിസ്റ്റത്തെ എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്റേണൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. കാരണം ബിസിനസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ ഡാറ്റകളൊക്കെ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാം സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഡിറ്റക്ട് എറേഴ്സ്, ഫ്രോഡ് ആൻഡ് ഇറഗുലാരിറ്റീസ് ഇൻ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിനുള്ളിലുള്ള എറേഴ്സുകള്, ഫ്രോഡുകള്, ഇറഗുലാരിറ്റീസ് ഇതൊക്കെ കൃത്യമായിട്ട് കണ്ടെത്താനും അതൊക്കെ പരിഹരിക്കാനും ഇന്റേണൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് അസിസ്റ്റ് മാനേജ്മെന്റ് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. ഇന്റേണൽ ഓഡിറ്റ് ഉണ്ടെങ്കിൽ മാനേജ്മെന്റിന് കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു എൻഷുർ കംപ്ലൈൻസ് വിത്ത് കമ്പനി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. കമ്പനിയുടെ പോളിസി പ്രൊസീജിയേഴ്സ് ഒക്കെ അനുസരിച്ച് തന്നെയാണ് കമ്പനി മുന്നോട്ട് പോകുന്നതെന്ന് ഉറപ്പുവരുത്താൻ ഇന്റേണൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജസ്. ഇന്റേണൽ ഓഡിറ്റേഴ്സ് മേ ലാക്ക് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. പലപ്പോഴും ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആരെന്നെയാണ്? ബിസിനസ്സിനുള്ളിലത്തെ ആൾക്കാർ തന്നെയാണ്. അപ്പൊ അവർക്ക് പൂർണ്ണമായിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയാറില്ല. പലപ്പോഴും ഇവരാര് ഇൻഫ്ലുവൻസ് ചെയ്യും? മാനേജേഴ്സും അവരുടെ മുകളിലുള്ള ആളുകളൊക്കെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. കാരണം അവരൊക്കെ പറഞ്ഞ് കേൾക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും ഓഡിറ്റേഴ്സിന് ഉണ്ടാവാറുണ്ട്. ഇറ്റ് മേ ഇൻക്രീസ് ഓപ്പറേഷണൽ കോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിന്റെ കോസ്റ്റ് കൂട്ടും. കാരണം എന്താ? അങ്ങനെ ഒരു ഓഡിറ്റർ നിയമിക്കണം, ഫുൾ ടൈം ഓഡിറ്റ് വർക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ നിയമിക്കണം. അപ്പൊ അയാളുടെ സാലറിയും കാര്യങ്ങളൊക്കെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെലവുള്ള കാര്യമാണ്. പിന്നെ ഇന്റേണൽ ഓഡിറ്റേഴ്സ് മൈ ഫേസ്റ്റ് പ്രഷർ ഫ്രം മാനേജ്മെന്റ്. കാരണം ഈ ഓഡിറ്റേഴ്സിന് മുകളിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഒരു മാനേജ്മെന്റ്. അപ്പൊ അവരെടുന്ന് പല പ്രഷറുകളും അവർ ഫേസ് ചെയ്യേണ്ടി വരും. മാനേജ്മെന്റ് പറയുന്ന രൂപത്തിൽ അവർക്ക് വർക്ക് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മാറാറുണ്ട്. സംടൈം ദർ റെക്കമെൻഡേഷൻ മേ നോട്ട് ബി പ്രോപ്പർലി ഇംപ്ലിമെന്റഡ്. അപ്പൊ പലപ്പോഴും അവരുടെ റിപ്പോർട്ടുകൾ, ഇന്റേണൽ ഓഡിറ്റിംഗിന്റെ റിപ്പോർട്ട്, അവരുടെ റെക്കമെൻഡേഷൻസ് പലപ്പോഴും അത് ഇംപ്ലിമെന്റ് ചെയ്യാറില്ല. അത് പലപ്പോഴും നടപ്പിലാക്കാറില്ല. ഇതൊക്കെയാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ്. അടുത്തൊരു ചോദ്യം, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. ഇത് ചിലപ്പോ 10 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടീസ് എന്താണ്, ലയബിലിറ്റീസ് എന്താണ്, അല്ലെങ്കിൽ റൈറ്റ്സ്, ലയബിലിറ്റീസ് എന്നൊക്കെ പറയാറുണ്ട്. ഓഡിറ്റർ മസ്റ്റ് എക്സാമിൻ ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കെയർഫുള്ളി. ഇതാണ് അയാളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യുക. ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും വളരെ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടി. Then he should verify assets and liabilities of the company. കമ്പനിയുടെ അസറ്റ് ലയബിലിറ്റികൾ വെരിഫൈ ചെയ്യണം. വെരിഫൈ എന്താ നമ്മൾ പറഞ്ഞു അതൊക്കെ ആക്ച്വലി അവിടെ ഉണ്ട് എന്നുള്ളത് അയാൾ പോയിട്ട് ആ അസറ്റിന്റെ അടുത്ത് പോയിട്ട് കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിരിക്കണം. The auditor must report whether financial statements true or fair view. കൃത്യമാണ്, സത്യസന്ധമാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്തിരിക്കണം. എന്തെങ്കിലും ഫ്രോഡുകളോ മറ്റുണ്ടെങ്കിൽ അത് പറയുന്നതാണ് കേട്ടോ. Then he should detect and report any fraud or irregularities. എന്തെങ്കിലും തെറ്റുകൾ, മിസ്റ്റേക്കുകൾ കാണുകയാണെങ്കിൽ അത് കണ്ടെത്തും വേണം. അത് കൃത്യമായിട്ട് അതിന്റെ അതോറിറ്റീസിനോട് റിപ്പോർട്ട് ചെയ്യുകയും വേണം. The auditor must follow proper auditing standard. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡുകൾ ഉണ്ട്, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് ഓഡിറ്ററുടെ ഡ്യൂട്ടീസ് ആയിട്ട് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ലയബിലിറ്റീസ്, ബാധ്യതകൾ എന്തൊക്കെയാണ്? An auditor may be liable for negligence if fails to perform his duties properly. അയാളുടെ ഡ്യൂട്ടീസ്, ഓഡിറ്ററുടെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചെയ്യാതെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിന് ഓഡിറ്റർ ഉത്തരവാദിയാകും. ഓഡിറ്ററുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തില്ല, ആ കാരണം കൊണ്ട് കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും അയാൾ ഏറ്റെടുക്കേണ്ടി വരും. He can face civil liability if stakeholders suffer loss due to his mistake. ആ ഓഡിറ്ററുടെ മിസ്റ്റേക്ക് കൊണ്ട് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞാൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോ ആവാം, മാനേജർമാരോ ഡയറക്ടേഴ്സോ ഷെയർ ഹോൾഡേഴ്സോ എംപ്ലോയീസ് ആരോ ആവാം. അപ്പൊ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അയാൾ അത് ഏറ്റെടുത്തിരിക്കണം. അത് നിയമ നടപടികളിലേക്ക് വരെ, കേസിലേക്ക് വരെ പോകും. In serious cases, he may also face criminal liability for fraud, misrepresentation. എന്തെങ്കിലും ഫ്രോഡുകൾ, മിസ്റെപ്രസെന്റേഷൻ അയാളിലൂടെ ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ ക്രിമിനൽ ലയബിലിറ്റി ഫേസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യും, പോലീസ് അറസ്റ്റ് ചെയ്യും, അതൊക്കെ അയാൾ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമാണ് റീസൺസ് ഫോർ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം? നമ്മൾ നേരത്തെ പറഞ്ഞു ഓർമ്മ ഉണ്ടാവും. ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് കമ്പനിയുടെ തീരുമാനങ്ങൾക്കെതിരെ, മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾക്കെതിരെ വർക്ക് ചെയ്യുന്നതിനെയാണ് ഷെയർ ഹോൾഡർ ആക്ടിവിസം എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാ ചെയ്യേണ്ടത്? ഈ ഷെയർ ഹോൾഡേഴ്സിന് അനുയോജ്യമല്ലാത്ത എന്തെങ്കിലും തീരുമാനം അവരെടുത്തു, ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാത്ത രൂപത്തിൽ അവർ മാനേജ്മെന്റ് തീരുമാനത്തിലേക്ക് വന്നു, അപ്പോൾ അവർക്കെതിരെ മൂവ് ചെയ്യുന്നതിനെയാണ് ഷെയർ ഹോൾഡർ ആക്ടിവിസം എന്ന് പറയുന്നത്. നോക്കാം, ഷെയർ ഹോൾഡർ ആക്ടിവിസം അറൈസസ് വെൻ ഷെയർ ഹോൾഡേഴ്സ് ട്രൈ ടു ഇൻഫ്ലുവൻസ് കമ്പനി ഡിസിഷൻ. കമ്പനിയുടെ തീരുമാനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് മുൻകൈ എടുക്കാണ്? ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് മുൻകൈ എടുക്കാണ്. അതാണ് ഷെയർ ഹോൾഡർ ആക്ടിവിസം എന്ന് പറയുന്നത്. വൺ മേജർ റീസൺ, ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് കമ്പനി മാനേജ്മെന്റ് ഓർ പോർ പെർഫോമൻസ്. കമ്പനിയുടെ മാനേജ്മെന്റുമായിട്ട് എന്തെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് മോശമായിട്ട് തോന്നുകയാണെങ്കിലാണ് ഷെയർ ഹോൾഡർ ആക്ടിവിസത്തിലേക്ക്
ഷെയർ ഹോൾഡേഴ്സ് കിടക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സ് മേ ഡിമാൻഡ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഫ്രം മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അവർ ഉദ്ദേശിക്കുന്നുണ്ട് നല്ലൊരു ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റി ഒക്കെ ഉണ്ടാവണം എന്നുള്ളത്. അപ്പൊ അതിനെതിരെ മാനേജ്മെന്റ് ചെയ്താൽ ഷെയർ ഹോൾഡർ ആക്ടിവിസത്തിലേക്ക് പോകും. കൺസേൺസ് അബൌട്ട് മിസ്യൂസ് ഓഫ് കമ്പനി ഫണ്ട്. കമ്പനിയുടെ ഫണ്ട് മിസ്യൂസ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ, കമ്പനിയുടെ ഫണ്ട് തെറ്റായ രൂപത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ ഷെയർ ഹോൾഡർ ആക്ടിവിസത്തിലേക്ക് മൂവ് ചെയ്യും. ഇൻവെസ്റ്റേഴ്സ് മേ സീക്ക് ചേഞ്ചസ് ഇൻ കോർപ്പറേറ്റ് പോളിസീസ് ഓർ ലീഡർഷിപ്പ്. കോർപ്പറേറ്റ് പോളിസിക്കെതിരെ വർക്ക് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ അവര് ആക്ടിവിസത്തിലേക്ക് പോകും. പ്രൊട്ടക്ഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ഇമ്പോർട്ടൻറ്റ് റീസൺ. അഥവാ ഷെയർ ഹോൾഡേഴ്സിന്റെ അവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, അവരാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ, അത് പ്രൊട്ടക്ട് ചെയ്യുക. ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവർ ഷെയർ ഹോൾഡർ ആക്ടിവിസത്തിലേക്ക് മൂവ് ചെയ്യാറുണ്ട്. ആക്ടിവിസം ഹെൽപ്പ് ഇംപ്രൂവ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് കമ്പനി പെർഫോമൻസ്. ഇങ്ങനെ ഒരു ആക്ടിവിസം ചെയ്യുന്നതിലൂടെ കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുവരാനും കമ്പനിയുടെ പെർഫോമൻസ് കൂട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തത് കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയേഴ്സ്. നമ്മൾ കുറെ കമ്പനികളുടെ കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയേഴ്സ് പഠിക്കാണ്ട്, ഒരു 6ഓളം കമ്പനികളുടെ. അതിൽ കിങ്ഫിഷറിന്റെ ആണ് ഇവിടെ പറയുന്നത്. കിങ്ഫിഷർ എയർലൈൻസ് നോക്കാം. കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്തത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ്. ദ കേസ് ഓഫ് കിങ്ഫിഷർ എയർലൈൻസ് ഇസ് വെൽ നോൺ എക്സാമ്പിൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഒരു കമ്പനി ആയിരുന്നു കിങ്ഫിഷർ എയർലൈൻസ്. വിജയ് മല്യ ആണ് അത് അതിന്റെ പ്രൊപ്പറേറ്റർ, അതിന്റെ ഓണർ ആയിരുന്നത് വിജയ് മല്യ ആയിരുന്നു. എന്തായിരുന്നു ഈ കമ്പനിക്ക് പറ്റിയത്? ദ കമ്പനി ബോറോഡ് ലാർജ് എമൗണ്ട് ഓഫ് മണി ഫ്രം ബാങ്ക്സ്. അഥവാ പല ബാങ്കുകളിൽ നിന്നും ഒരുപാട് കോടികൾ കടമെടുത്തു. വിജയ് മല്യ കിങ്ഫിഷർ എയർലൈൻസിന്റെ പേരിൽ പല ബാങ്കുകളിൽ നിന്നും ഒരുപാട് കോടിക്കണക്കിന് എമൗണ്ടുകൾ കടമെടുത്തു. പക്ഷേ ഫെയിൽ ടു റീപേ ലോൺ. ആ ലോണൊക്കെ തിരിച്ചടക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. കുറെ കടമെടുത്തു മാത്രമേ ഉള്ളൂ, ഇതൊന്നും തിരിച്ചടച്ചില്ല. അങ്ങനെ പോർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ഹ്യൂജ് ലോസ്. ഇത് കൃത്യമായിട്ട് ഈ ഫിനാൻസിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കമ്പനി വലിയൊരു നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. എംപ്ലോയീസ് വർ നോട്ട് പെയ്ഡ് സാലറി ഫോർ സെവൻ. എംപ്ലോയീസിന് കുറെ മന്ത് അല്ലെ, കമ്പനിക്ക് കൃത്യമായിട്ട് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് മാസത്തോളം എംപ്ലോയീസിന് സാലറി കൊടുക്കാൻ പോലും ഈ കമ്പനിക്ക് സാധിച്ചില്ല. അങ്ങനെ എയർലൈൻ സ്റ്റോപ്പ് ഓപ്പറേഷൻസ് 2012. 2012 കൂടെ ആ കമ്പനി അടച്ചു പൂട്ടേണ്ട അവസ്ഥയ്ക്ക് വന്നു. അപ്പൊ അതിന്റെ മെയിൻ റീസൺ എന്തായിരുന്നു? കടം ഒരുപാട് ബാങ്കിൽ നിന്ന് കടെടുത്തു, പക്ഷെ അത് തിരിച്ചടച്ചില്ല എന്നുള്ളത്. അതുപോലെ പ്രോപ്പർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടായില്ല എന്നുള്ളത്. അങ്ങനെ ആ കമ്പനി അടച്ചു പൂട്ടേണ്ട അവസ്ഥയ്ക്ക് എത്തി. ഇനി 10 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഒരു ചോദ്യമുണ്ട്, ഒരു ജനറലൈസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ആൻ ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് ആൻഡ് നോട്ട് എ ബ്ലഡ് ഹണ്ട് കമന്റ്. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. ഒരു ഓഡിറ്റർ ഒരു വാച്ച് ഡോഗ് ആണ്, ബ്ലഡ് ഹണ്ട് അല്ല. എന്താ വാച്ച് ഡോഗും ബ്ലഡ് ഹണ്ടും നമ്മളെ ഡിഫറൻസ്? വാച്ച് ഡോഗ് ആണ് എന്താ, ഒരു കാവൽ നായ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, തെറ്റുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കുന്ന അല്ലെ. ഇപ്പൊ നമ്മൾ വീട്ടിലൊക്കെ സംരക്ഷണത്തിന് വേണ്ടി നായകളെ വളർത്താറുണ്ട്. അപ്പൊ ആ നായയുടെ ഡ്യൂട്ടി എന്താ? ആ വീട്ടിലേക്ക് കള്ളന്മാരോ മറ്റൊക്കെ വരുന്നത് നോക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു വാച്ച് ഡോഗ് ആയിട്ടാണ് ഒരു ഓഡിറ്റർ വായിക്കുന്നത്. ബ്ലഡ് ഹണ്ട് അല്ല. ബ്ലഡ് ഹണ്ടർ എന്താ? ഒരു വേട്ടക്കാരനല്ല. അഥവാ കമ്പനിയെ വേട്ടയാടുന്ന, മാനേജ്മെന്റിനെ വേട്ടയാടുന്ന, ഷെയർ ഹോൾഡേഴ്സിന് പണി കൊടുക്കുന്ന അങ്ങനെ ഒരു വേട്ടക്കാരനായിട്ടല്ല ഓഡിറ്റർ വർക്ക് ചെയ്യേണ്ടത്, മറിച്ച് ഒരു വാച്ച് ഡോഗ് ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത് അല്ലെ. നിങ്ങൾ നോക്കിയേ, ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്താ? ആ കമ്പനിയിൽ വരുന്ന എല്ലാ അല്ലെ ഫ്രോഡുകളും എറേഴ്സും ഒക്കെ കണ്ടെത്തുക, അത് കറക്റ്റ് റെക്ടിഫൈ ചെയ്യുക. ഇതാണ് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടി. ഒരിക്കലും എന്താവരുത്, ഒരു ഓഡിറ്റർ ഒരു ബ്ലഡ് ഹണ്ടിനെ പോലെ, ഒരു വേട്ടക്കാരനെ പോലെ അതൊക്കെ വലിയ സംഭവമാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. ദിസ് സ്റ്റേറ്റ്മെന്റ് വാസ് മെയ്ഡ് ബൈ ലോർഡ് ജസ്റ്റിസ് ലോബ്സ്. അവരുടെ ഫേമസ് ആയിട്ടുള്ള കിങ്സ്റ്റൺ കോട്ടൺ മൈൽ കേസ്, ഈ ഒരു കേസിലാണ് ഈ ഒരു ടേം അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വാച്ച് ഡോഗ് ആവണം ഓഡിറ്റർ, ബ്ലഡ് ഹണ്ട് ആകരുത്. ഇറ്റ് മീൻസ് ദാറ്റ് ഓഡിറ്റർ റോൾ ഈസ് എക്സാമിൻ അക്കൗണ്ട്സ് കെയർഫുള്ളി. ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്താ നമ്മൾ പഠിച്ചു? അക്കൗണ്ട്സുകൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുക. എന്ത് ചെയ്യരുത്? നോട്ട് ടു അസ്യൂം ദാറ്റ് ഫ്രോഡ് ഓൾവേസ് എക്സിസ്റ്റ്. എപ്പോഴും അതിലൊരു ഫ്രോഡ് ഉണ്ട് എന്നുള്ള മൈൻഡോട് കൂടെ ഒരിക്കലും ഓഡിറ്റർ വിളിക്കരുത്. അഥവാ തെറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്നുള്ള ചിന്ത അല്ല ഓഡിറ്റർക്ക് ഉണ്ടാവുന്നത്, മറിച്ച് അക്കൗണ്ട്സ് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാം. അപ്പൊ കൂട്ടത്തിൽ എന്തുണ്ടാവും? തെറ്റുകൾ കണ്ടാൽ അത് തിരുത്തി കൊടുക്കുക അല്ലെ. അല്ലാണ്ട് തെറ്റുണ്ട്, ആ തെറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു മൈൻഡോട് കൂടെ ഒരിക്കലും ഒരു ഓഡിറ്റർ വർക്ക് ചെയ്യരുത്. An auditor is expected to act honestly and reasonably while checking financial statement. Financial statement ചെക്ക് ചെയ്യുമ്പോൾ വളരെ ഹോണസ്റ്റ് ആയിട്ട് സത്യസന്ധമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. He should verify records and ensure that accounts present a true and fair view.
റെക്കോർഡുകളൊക്കെ കൃത്യമായിട്ട് ട്രൂ ആൻഡ് ഫെയർ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക, അതിന്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യുക. ഇതാണ് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടി. ദ ഓഡിറ്റർ ഷുഡ് എക്സസൈസ് പ്രൊഫഷണൽ സ്കെപ്റ്റിമിസം വൈൽ പെർഫോമിംഗ്. ഒരു പ്രൊഫഷണാലിറ്റി അദ്ദേഹം എക്സസൈസ് ചെയ്യണം, കൊണ്ടുവരണം. ഒരു പ്രൊഫഷണൽ കാര്യങ്ങൾ അദ്ദേഹം ഫോളോ ചെയ്തിരിക്കണം. ഹവർ ഹി നോട്ട് എക്സ്പെക്ടഡ് ടു കണ്ടക്ട് എ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യലാണ് അയാളുടെ ഡ്യൂട്ടി, അല്ലാണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തലല്ല, അല്ലെ? ഒരു ക്രിമിനൽ ഒരു പോലീസുമാർ ചെയ്യുന്ന പോലെ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യലല്ല ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടി. അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യലാണ് അയാളുടെ ഡ്യൂട്ടി. ദ മെയിൻ ഡ്യൂട്ടി ഓഫ് ഓഡിറ്റർ ടു ഡിറ്റക്ട് മെറ്റീരിയൽ എറേഴ്സ് ആൻഡ് ഇറഗുലാരിറ്റീസ് ഇൻ അക്കൗണ്ട്സ്. അക്കൗണ്ട്സിലുള്ള എറേഴ്സുകളും അതുപോലെ തന്നെ ഇറഗുലാരിറ്റീസ് ഒക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടി. If suspicious circumstances arise, the auditor must investigate them further. അങ്ങനെ അദ്ദേഹം ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ, എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാൽ ആ വിഷയത്തെ അദ്ദേഹം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അല്ലാണ്ട് വെറും ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള മൈൻഡോട് കൂടെ തന്നെ ഫുൾ ടൈം അയാൾ നിൽക്കരുത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാന്നല്ലാണ്ട് ഫുൾ ടൈം ഒരു ഇൻവെസ്റ്റിഗേറ്റർ റോളല്ല ഒരു ഓഡിറ്റർ ഉണ്ടാക്കേണ്ടത്. ദ ഓഡിറ്റർ മസ്റ്റ് റിലേ ഓൺ പ്രോപ്പർ എവിഡൻസ് ആൻഡ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. കൃത്യമായിട്ട് ഓരോന്നിനും കൃത്യമുള്ള എവിഡൻസ് അദ്ദേഹം തയ്യാറാക്കണം. അതുപോലെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം കൃത്യമായിട്ട് അദ്ദേഹം ചെക്ക് ചെയ്യണം. ഹി ഷുഡ് നോട്ട് ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ മാനേജ്മെന്റിനെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്ത് കണ്ണടച്ച് വിശ്വസിക്കരുത്. നമ്മൾ പറയാറുണ്ട് അല്ലെ, കാരണം അവർ ചിലപ്പോൾ പല ഉടായ്പും ചെയ്തിട്ടുണ്ടാവും. അവർ പറയുന്നൊക്കെ അതേപോലെ അക്സെപ്റ്റ് ചെയ്യരുത്, കൃത്യമായിട്ട് അതൊക്കെ വെരിഫൈ ചെയ്തിരിക്കണം. പ്രോപ്പർ വെരിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ് ഈസ് എസെൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. എല്ലാ ട്രാൻസാക്ഷൻസും കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുക എന്നുള്ളത് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. അത് കൃത്യമായിട്ട് അദ്ദേഹം ചെയ്തിരിക്കണം. ദ ഓഡിറ്റർ മസ്റ്റ് ഫോളോ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, അതുപോലെ എത്തിക്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഫെയിലിയർ ടു എക്സസൈസ് റീസണബിൾ കെയർ മേ ലീഡ് ടു നെഗറ്റീവ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവിടെ കണ്ടാൽ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. മോഡേൺ ഓഡിറ്റിംഗ് എക്സ്പെക്ട് ഓഡിറ്റേഴ്സ് ടു ബി മോർ അലർട്ട് ടു ഫ്രോഡ് റിസ്ക്, അല്ലെ? ഇപ്പോൾ ഓഡിറ്റിംഗിൽ എന്തെങ്കിലുമൊക്കെ ഫ്രോഡോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനും അത് തിരുത്തി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയണം. ഒരു പ്രൊഫഷണൽ ടച്ച് ഫോളോ അപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഓഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റി, ദ സ്റ്റേറ്റ്മെന്റ് ഹൈലൈറ്റ് ദ ലിമിറ്റ് ഓഫ് an auditor responsibility. ഓഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റി അത് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്, അല്ലാണ്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോകരുത്. ഇറ്റ് എംഫസിസ് ദാറ്റ് ഓഡിറ്റർ റോൾ ഈസ് സൂപ്പർവിഷൻ നോട്ട് ഇൻവെസ്റ്റിഗേഷൻ. ഒന്നും പറയുന്നതാണ് ഒരു സൂപ്പർവിഷൻ ആണ് ഓഡിറ്ററുടെ ഡ്യൂട്ടി, എന്തല്ല ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല. ദസ് ഓഡിറ്റർ ലൈക്ക് എ വാച്ച് ഡോഗ്. ഈ കാരണങ്ങളെ കൊണ്ടൊക്കെയാണ് ഓഡിറ്റർ ഒരു വാച്ച് ഡോഗ് ആവണം എന്ന് പറയുന്നത്, അല്ലാണ്ട് ബ്ലഡ് ഹണ്ടർ ആയിട്ട് മാറരുത്. ഇനി കോമൺ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രോബ്ലംസ്. കോർപ്പറേറ്റ് ഗവേണൻസ് പ്രോബ്ലംസ് എന്തൊക്കെയാണ് എക്സാമ്പിൾ വെച്ച് പറയാനാണ് നോക്കാം. കോർപ്പറേറ്റ് ഗവേണൻസ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് വെൻ കമ്പനീസ് ഫെയിൽ ടു ഫോളോ എത്തിക്കൽ മാനേജ്മെന്റ് ആൻഡ് ട്രാൻസ്പെറൻസി. കമ്പനി എന്ത് ചെയ്യാണ്, എത്തിക്സ് ഫോളോ ചെയ്യുന്നതിൽ പരാജയപ്പെടുമ്പോഴാണ് അവിടെ കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിൽ സുതാര്യത കൊണ്ടുവരാൻ സാധിക്കാത്തത് ഒരു വലിയ കോർപ്പറേറ്റ് ഇഷ്യൂ ആയിട്ട് മാറാറുണ്ട്. മിസ് യൂസ് ഓഫ് കമ്പനി ഫണ്ട്. കമ്പനിയുടെ ഫണ്ടുകളെ തെറ്റായ രൂപത്തിൽ, ഇപ്പൊ പലപ്പോഴും പല കമ്പനീസും പേഴ്സണൽ യൂസിന് വരെ കമ്പനിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനൊക്കെ പരാജയപ്പെട്ട കമ്പനീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഫണ്ടുകളെ മിസ്യൂസ് ചെയ്യുന്നതും ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ വീക്ക് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. കമ്പനിക്ക് അകത്തുള്ള കൺട്രോൾ സിസ്റ്റം വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം പല കോർപ്പറേറ്റ് പ്രോബ്ലംസിന് വഴിവെച്ചിട്ടുണ്ട്. പിന്നെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ ഒക്കർ. മാനേജ്മെന്റും ഷെയർ ഹോൾഡേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, പ്രശ്നങ്ങൾ, അതും പല ഇഷ്യൂസിനും കാരണമായിട്ടുണ്ട്. പിന്നെ ലാക്ക് ഓഫ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന്റെ കുറവ്, അതും പല കോർപ്പറേറ്റ് ഇഷ്യൂസിനും കാരണമായിട്ടുണ്ട്. അല്ലെ, ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ആൾക്കാർ, അവര് ആണ് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കുന്ന ആളുകൾ. മറ്റൊരു കമ്പനിന്റെ ഉള്ളിലുള്ള ആളുകളാണ് ഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, പല കാര്യങ്ങൾ ചെയ്താൽ അതൊക്കെ കണ്ടെത്തേണ്ട ഡ്യൂട്ടി ആർക്കാണ്, ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആണ്. അപ്പൊ അവരില്ലാത്തതും പല കമ്പനികളും തകർച്ചയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ പോർ റിസ്ക് മാനേജ്മെന്റ്. കൃത്യമായിട്ട് റിസ്ക് മാനേജ്മെന്റ് ചെയ്യാത്തത് പല ഇഷ്യൂസിനും കാരണമായിട്ടുണ്ട്. പിന്നെ മാനിപ്പുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അഥവാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെ മാനിപ്പുലേറ്റ് ചെയ്യുക, ഇല്ലാത്തതൊക്കെ കാണിക്കുക. അപ്പോൾ ഓവർ പ്രോഫിറ്റ് കാണിക്കുക, കടം കാണിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ പല ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പല മാനിപ്പുലേഷൻ നടത്തിയതും കോർപ്പറേറ്റ് ഫെയിലിയറിന് കാരണമായിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാൻ. ഒന്ന് എൻട്രോൺ, US കമ്പനിയാണ് എൻട്രോൺ എന്നുള്ളത്.
ഡ്യൂ ടു അക്കൗണ്ടിങ് ഫ്രോഡ്, അക്കൗണ്ടിങ്ങിൽ പല തട്ടിപ്പ് ഒട്ടിപ്പ് കാണിച്ചു, ആ കാരണം കൊണ്ട് കമ്പനി പരാജയപ്പെട്ടു. പിന്നെ മറ്റൊന്ന് പറയുന്നത് സത്യം കമ്പ്യൂട്ടേഴ്സ്, അത് ഇന്ത്യയിലുള്ള ഒരു സത്യം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ടീം, അവരെന്ത് ചെയ്തു, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാനിപ്പുലേറ്റ് ചെയ്തു, അഥവാ ഓവർ പ്രോഫിറ്റ് കാണിച്ചു, അതുപോലെ കടങ്ങളൊന്നും കാണിക്കാതിരുന്നു, അസറ്റുകളൊക്കെ കൂട്ടി കാണിച്ചു, 5 ലക്ഷത്തിന്റെ ബിൽഡിംഗ് 50 ലക്ഷമായിട്ട് കാണിച്ചു, അങ്ങനെ പല തരികിടകളും ചെയ്ത അവസാന കമ്പനി പൊളിഞ്ഞു പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വീക്ക് ഓവർസൈറ്റ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ദിസ് ഫെയിലിയർ. അപ്പോൾ ഈ ഒരു ഫെയിലിയറിനൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇല്ലാത്തതും ഈ ഫെയിലിയറിന്റെ കാരണമായിട്ടുണ്ട്. പിന്നെ ലാക്ക് ഓഫ് എത്തിക്കൽ ലീഡർഷിപ്പ്, ഒരു എത്തിക്കൽ ലീഡർഷിപ്പ് ഇല്ലാത്തതും ഈ ഫെയിലിയേഴ്സിനൊക്കെ കാരണമായി മാറിയിട്ടുണ്ട്. പിന്നെ പോർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സുമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതും ഈ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഫെയിലിയറിന് കാരണം വെച്ചിട്ടുണ്ട്. പിന്നെ എക്സസീവ് ആൻഡ് എക്സിക്യൂട്ടീവ് കോമ്പൻസേഷൻ ക്യാൻ ആൾസോ ബിക്കം കോൺട്രവേഴ്ഷ്യൽ, അഥവാ ഇപ്പോ എക്സിക്യൂട്ടീവ്സിന് കമ്പനിയുടെ നടത്തിപ്പിന്റെ ആളുകൾക്ക് കൂടുതൽ എമൗണ്ട് അല്ലെ, അവർക്ക് നോർമലി ഉള്ളതിനേക്കാൾ കൂടുതൽ കോമ്പൻസേഷൻ കൊടുത്തു, അത് ഷെയർ ഹോൾഡേഴ്സുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായി, അങ്ങനെയൊക്കെ പ്രശ്നം വരാറുണ്ട്. പിന്നെ കറപ്ഷൻ ആൻഡ് ബ്രൈബറി, കൈക്കൂലി മറ്റു കാര്യങ്ങളൊക്കെ പല കോർപ്പറേറ്റ് ഫെയിലിയറിനും കാരണമായിട്ടുണ്ട്. പിന്നെ ഗവേണൻസ് ഫെയിലിയർ ഓഫൻ ലീഡ് ടു ഫിനാൻഷ്യൽ ലോസസ്, ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഗവേണൻസ് ഇല്ലാത്തത് ഇപ്പോൾ ബാങ്കിലെ കടം മറ്റൊക്കെ കൂടാനും കമ്പനി പൂട്ടേണ്ട അവസ്ഥയിലേക്കൊക്കെ വഴിവെച്ചിട്ടുണ്ട്. പിന്നെ ഇൻവെസ്റ്റേഴ്സ് മേ ലോസ് കോൺഫിഡൻസ് ഇൻ സച്ച് കമ്പനി, പലപ്പോഴും ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യാത്ത കമ്പനിയിൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും, അവർക്ക് അത് പിൻവലിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല ബിസിനസ്സുകളും തകർച്ചയിലേക്ക് വഴിവെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യം, എന്താണ് ഓഡിറ്റ് പ്രൊസീജിയർ? ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഓഡിറ്റ് പ്രൊസീജിയർ എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം കേട്ടോ. നോക്കാം, ഓഡിറ്റ് പ്രൊസീജിയർ റെഫേഴ്സ് ടു സിസ്റ്റമാറ്റിക് സ്റ്റെപ്സ് ഫോളോഡ് ബൈ ആൻ ഓഡിറ്റർ ഡ്യൂറിങ് ആൻ ഓഡിറ്റ്. ഒരു ഓഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ഓഡിറ്റർ ഫോളോ അപ്പ് ചെയ്യുന്ന സ്റ്റെപ്സിനെയാണ് ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അഥവാ ആദ്യം എന്ത് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ആ പ്രൊസീജിയറിനെ, സ്റ്റെപ്സിനെയാണ് ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് ആയിട്ട് അദ്ദേഹം ചെയ്യുന്നത് ഓഡിറ്റ് പ്ലാനിങ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഓഡിറ്റ് പ്ലാനിങ് എന്തിനാണ്? സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓഡിറ്റർ ഡിസൈഡ്. അവിടെ ആ പ്ലാനിങ്ങിൽ ഓഡിറ്റിന്റെ സ്കോപ്പ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എല്ലാം കൃത്യമായിട്ട് അവിടെ ഡിഫൈൻ ചെയ്യും. അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ ഓഡിറ്റ് പ്ലാനിങ് ചെയ്യും. ദെൻ ദ ഓഡിറ്റർ സ്റ്റഡി ദ നേച്ചർ ഓഫ് ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. ഈ പ്ലാനിങ്ങിൽ തന്നെയാണ് അതിന്റെ നേച്ചർ കൃത്യമായിട്ട്, അഥവാ ബിസിനസ് ഏത് രൂപത്തിലുള്ള ബിസിനസ് ആണെന്നുള്ളത് നോക്കുന്നത്. അതുപോലെ തന്നെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എത്രത്തോളം ഉഷാറാണ് എന്നുള്ളതൊക്കെ ഈ ഓഡിറ്റ് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നോക്കുന്നതാണ്. The next step is, ഇനി രണ്ടാമത്തെ സ്റ്റേജ്, അപ്പൊ ഒന്നെന്താ പറഞ്ഞ ഓഡിറ്റ് പ്ലാനിങ് കേട്ടോ. രണ്ടാമത്തെ സ്റ്റേജ് കളക്ടിങ് നെസസറി ഡോക്യുമെന്റ്സ് ആൻഡ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റുകളും അഥവാ വൗച്ചേഴ്സ് എന്ന് പറയും അല്ലെ, നമ്മുടെ ബില്ല് കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ അക്കൗണ്ടിങ് റെക്കോർഡ്സുകൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഈ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് കളക്ട് ചെയ്യും. ഒന്ന് ഓഡിറ്റ് പ്ലാനിങ്, രണ്ടാമത്തത് കളക്ടിങ് നെസസറി ഡോക്യുമെന്റ് ആൻഡ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അപ്പൊ അതിൽ പറയുന്നുണ്ട് ഓഡിറ്റർ എക്സാമിൻസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഏതായാലും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അറിയുന്നത് ജേണല്, ലെഡ്ജർ, വൗച്ചറുകൾ അല്ലെ, ഇതൊക്കെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിരിക്കും. ദെൻ വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഈസ് കാരിഡ് ഔട്ട്. ദെൻ അടുത്തത് എന്ത് ചെയ്യും? അസറ്റും ലയബിലിറ്റിയും വെരിഫിക്കേഷൻ നടത്തും. ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ നേരത്തെ. ഓക്കെ, വെരിഫിക്കേഷൻ നടത്തും. ദ ഓഡിറ്റർ പെർഫോം വൗച്ചിങ്. അടുത്തൊരു സ്റ്റേജ് ആണ് വൗച്ചിങ് ചെയ്യുക, ടു കൺഫേം ഒതന്റിസിറ്റി ഓഫ് ട്രാൻസാക്ഷൻ. എന്താ ഈ വൗച്ചിങ് എന്ന് പറയുന്നത്? അഥവാ നമ്മുടെ ബിൽസ് വെച്ചിട്ട് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും വെക്കും, ബിൽസും വെക്കും. ഒരു ഉദാഹരണം, പർച്ചേസ് ഒരു 1000 രൂപ ഉണ്ട്. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തിട്ട് അതിൽ പർച്ചേസ് 1000 തന്നെയല്ലേ എഴുതിയത് എന്ന് നോക്കും. അങ്ങനെ ഓരോന്നും നമ്മളെ കയ്യിലുള്ള ബില്ലും ബുക്സ് ഓഫ് അക്കൗണ്ട്സും വെച്ച് വെരിഫൈ ചെയ്യുന്നതിനെയാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ബില്ല് എടുത്തിട്ട് ഓരോ ട്രാൻസാക്ഷനും കൃത്യമായിട്ട് വൗച്ചിങ് ചെയ്യും. Then analytical procedures may be used to compare financial data. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഡാറ്റകളൊക്കെ വെച്ചിട്ട് ഒരു അനാലിസിസ് നടത്തും. ഇതൊക്കെ ഓഡിറ്റിങ്ങിന്റെ ഭാഗമാണ് കേട്ടോ. കഴിഞ്ഞ വർഷം എത്ര പ്രോഫിറ്റ് ഉണ്ടായി, കഴിഞ്ഞ വർഷത്തെ സെയിൽസ് എത്ര, ഈ വർഷം എത്രയാണ്, അത് കൃത്യമായിട്ടൊരു അനലൈസിങ്ങും ഒരു കമ്പാരിസണും ഓഡിറ്റർ ചെയ്യും. ദ ഓഡിറ്റർ ചെക്ക് കംപ്ലൈൻസ് വിത്ത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. കമ്പനി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്ന് നോക്കും അല്ലെ. ഗ്യാപ്പ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസും സ്റ്റാൻഡേർഡ് ഒക്കെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തില്ലേ എന്നുള്ളത് നോക്കും. ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ആർ ഇവാലുവേറ്റഡ് ഫോർ എഫക്റ്റീവ്നെസ്. അപ്പോൾ പിന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച തന്നെയാണ്, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യും.
അല്ലെ? അതൊക്കെ ആണെങ്കിൽ പിന്നെ ഓഡിറ്റിംഗ് വർക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. Then errors and irregularities are identified during examination. അങ്ങനെ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യുന്ന സമയത്തുള്ള എറേഴ്സുകള്, ഇറഗുലാരിറ്റീസ് അല്ലെ, മിസ്റ്റേക്കുകളൊക്കെ കൃത്യമായിട്ട് കണ്ടെത്തും. ദ ഓഡിറ്റർ gathers sufficient audit evidence. കൃത്യമായിട്ടുള്ള ഓഡിറ്റ് എവിഡൻസുകൾ അല്ലെ, ഡോക്യുമെന്റ്സുകളൊക്കെ കൃത്യമായിട്ട് കളക്ട് ചെയ്യും. വർക്കിംഗ് പേപ്പേഴ്സ് ആർ പ്രിപ്പയർഡ് ടു റെക്കോർഡ് ഓഡിറ്റ് ഫൈൻഡിങ്സ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യം ഓഡിറ്റ് ചെയ്യുമ്പോഴും അതിന്റെ ഫൈൻഡിങ്സുകൾ, അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യേണ്ട നോട്ടുകൾ തയ്യാറാക്കും. പിന്നെ ഡിസ്കഷൻസ് മേ ബി ഹെൽഡ് വിത്ത് മാനേജ്മെന്റ് ഫോർ ക്ലാരിഫിക്കേഷൻ. എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട, അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ, കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് മാനേജ്മെന്റുമായിട്ട് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ട് ക്ലാരിഫിക്കേഷൻ വരുത്തും. ഓഡിറ്റർ പ്രിപ്പയർ ദ ഓഡിറ്റ് റിപ്പോർട്ട്. ലാസ്റ്റ് സ്റ്റേജ് ആണ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. ദ റിപ്പോർട്ട് എക്സ്പ്രസ് an opinion on the financial statement. അപ്പോൾ ഈ ചെക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെയും ഒരു ലാസ്റ്റ് ഔട്ട്ലൈൻ ആണ്, ഒരു ഒപ്പീനിയൻ ആണ് ഫിനാൻഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് എന്നതിൽ കാണിക്കുന്നത്. ഫൈനലി ദ ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് സബ്മിറ്റഡ്. ദെൻ അവസാനമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും ടു ഷെയർ ഹോൾഡേഴ്സ് ഓർ റെലവന്റ് അതോറിറ്റി. ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത്, അതുപോലെ തന്നെ റെലവന്റ് അതോറിറ്റീസിന്റെ അടുത്ത് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അപ്പൊ ഇത്രയും പ്രൊസീജിയേഴ്സ് ആണ് ഒരു ഓഡിറ്റിംഗിൽ ഫോളോ അപ്പ് ചെയ്യുന്നത്. അടുത്തൊരു ചോദ്യം, ഓഡിറ്റ് ടെക്നിക്സ് ഫോളോഡ് ബൈ പ്രൊഫഷണൽ ഓഡിറ്റേഴ്സ്. ഈ ഒരു ഓഡിറ്റേഴ്സ് ഫോളോ അപ്പ് ചെയ്യുന്ന കുറെ ടെക്നിക്സുകൾ ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. ചിലതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. അത് ഓരോന്നും എന്താന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇതിൽ ഓരോന്നും ഇപ്പൊ എന്താണ് വൗച്ചിങ്, എന്താണ് വെരിഫിക്കേഷൻ, 2 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ നമ്മൾ പറയുന്ന കുറെ ടേമുകളുണ്ട്, അതിൽ ചിലതൊക്കെ എടുത്തിട്ട് 2 മാർക്കിനും ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ, ഓരോന്നും ശ്രദ്ധിക്കുക. Then audit techniques are methods used by auditors to collect audit evidence. Audit evidence collect ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന മെത്തേഡ്സുകളെയാണ്, ഓഡിറ്റേഴ്സ് ഫോളോ ചെയ്യുന്ന മെത്തേഡ്സുകളെയാണ് ഓഡിറ്റ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് വൗച്ചിങ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് അല്ലെ. എന്താണ് വൗച്ചിങ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ടെക്നിക് വേർ എൻട്രീസ് ഇൻ ദ ബുക്സ് ആർ ചെക്ക്ഡ് വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിലുള്ള എൻട്രികള്, നമ്മുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അവിടെ വൗച്ചർ എന്ന് എഴുതി വെക്കുക കേട്ടോ. വൗച്ചേഴ്സ് വെച്ചിട്ട് നോക്കുക. ഒരു ഉദാഹരണം പറയാം. നമ്മള് ഒരു മെഷീനറി വാങ്ങിയിട്ടുണ്ട്, ഒരു 25,000 രൂപ. നമ്മൾ ബില്ലെടുത്തു. ആ ബില്ലിനെയാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ വൗച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ബില്ലിലുണ്ട്, ഓക്കെ, നമ്മൾ മെഷീനറി വാങ്ങിയിട്ടുണ്ട് 25,000 രൂപ എന്നുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? അസറ്റ് സൈഡ് എടുക്കും, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് എടുക്കും അല്ലെ. അവിടെ അല്ലേ മെഷീനറി ഉണ്ടാവുക. മെഷീനറി എന്നുള്ളതിൽ 25,000 രൂപ തന്നെ അല്ലേ മാർക്ക് ചെയ്ത് നോക്കും. നമ്മൾ അറിയാണ്ട് 2,50,000 ഒരു 0 കൂടിയോ, അല്ലെങ്കിൽ 2,500 ഒരു 0 കുറഞ്ഞോ, അല്ലെങ്കിൽ എമൗണ്ട് തെറ്റിയിട്ട് മാർക്ക് ചെയ്തിക്കണോ, അതൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് വെച്ചിട്ട്, അഥവാ ആ ബില്ല് വെച്ചിട്ട് നമ്മൾ ബുക്സിലുള്ള എൻട്രികൾ വെരിഫൈ ചെയ്യാം. അതാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, എൻട്രീസ് ഇൻ ബുക്സ്, ബുക്കിലുള്ള എൻട്രികൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. എങ്ങനെ? വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അഥവാ വൗച്ചേഴ്സ് വെച്ചിട്ട് അതിനെ ചെക്ക് ചെയ്യുന്നതിനെയാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. അടുത്ത വെരിഫിക്കേഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺഫേം ദ എക്സിസ്റ്റൻസ് ആൻഡ് വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. ഞാൻ പറഞ്ഞിട്ടുണ്ട് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ബില്ല് നോക്കുന്ന പണിയല്ല വെരിഫിക്കേഷൻ. നമ്മൾ ഓഫീസിൽ നിന്ന് എണീക്കും അല്ലെ, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ഓഫീസിൽ നിന്ന് എണീറ്റിട്ട് അസറ്റിന്റെ അടുത്ത് പോയി നോക്കും. ഇപ്പൊ നമ്മൾ മെഷീനറി 25,000 എന്ന് എഴുതിയിട്ടുണ്ട്, നമ്മൾ പോവും, ആ മെഷീനറി നോക്കും, അത് ചെക്ക് ചെയ്യും. അത് 25,000 രൂപയുടെ മുതൽ തന്നെ അല്ല, ഇവര് തെറ്റാണോ കാണിച്ചിരിക്കണോ നോക്കും അല്ലെ. ഇപ്പൊ ബിൽഡിംഗ് 5 ലക്ഷം എന്ന് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ബിൽഡിങ്ങിന്റെ അടുത്ത് പോയി അത് വെരിഫൈ ചെയ്യും. അത് 5 ലക്ഷത്തിന്റെ ബിൽഡിംഗ് തന്നെയാണോ അതോ 2 ലക്ഷത്തിന്റെ ബിൽഡിംഗ് ആണോ നോക്കും. ഇതാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ അസറ്റും ഓരോ ലയബിലിറ്റിയും കൃത്യമായിട്ട് അതിന്റെ അടുത്ത് പോയിട്ട് ചെക്ക് ചെയ്യുന്നതിനെയാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് എക്സാമിനിങ് റെക്കോർഡ്സ്, ഡോക്യുമെന്റ്സ് ആൻഡ് ഫിസിക്കൽ അസറ്റ്സ്. അഥവാ നമ്മുടെ അസറ്റുകള്, ഡോക്യുമെന്റ്സുകള്, റെക്കോർഡ്സുകള്, അതൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുന്നതിനെയാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ഒബ്സർവേഷൻ മീൻസ് വാച്ചിങ് പ്രൊസീജിയേഴ്സ് ഓർ പ്രോസസ് carried by the employees. എംപ്ലോയീസ് ഫോളോ അപ്പ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, പ്രോസസ്സുകൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യാം അല്ലെ. ഇപ്പോ നമ്മൾ ഒരു ഫാക്ടറി പോയി നിൽക്കുകയാണ്, എന്നിട്ട് അവിടുത്തെ എംപ്ലോയീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക, വീക്ഷിച്ചുകൊണ്ടിരിക്കുക, വാച്ച് ചെയ്യുക അല്ലെ. അപ്പൊ എംപ്ലോയീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നതിനെയാണ് ഒബ്സർവേഷൻ എന്ന് പറയുക. അടുത്തത് ഇൻക്വയറി അല്ലെ, അന്വേഷണം എന്നൊക്കെ നമ്മൾ പറയും. ഇൻക്വയറി ഇൻവോൾവ്സ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ടു മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ് ഫോർ ക്ലാരിഫിക്കേഷൻ. നമുക്ക് എന്തെങ്കിലുമൊക്കെ എൻട്രിയിൽ ഡൗട്ട് വന്നു, ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് കൺഫ്യൂഷൻ ഉണ്ട്, അപ്പൊ നമ്മൾ കൃത്യമായിട്ട് എംപ്ലോയീസോ അക്കൗണ്ടന്റോ മാനേജ്മെന്റോ അവരോട് ചോദിച്ചത് ക്ലിയർ ചെയ്യുന്നതിനെയാണ് ഇൻക്വയറി എന്ന് പറയുന്നത്.
അല്ലെ? ഏതെങ്കിലുമൊക്കെ എൻട്രിയിൽ ഏതെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരികയാണെങ്കിൽ അത് കൃത്യമായിട്ട് അതിൻ്റെതായുള്ള ആളുകളോട് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യുന്നതിനെയാണ് എൻക്വയറി എന്ന് പറയാം. അത് കൺഫർമേഷൻ ഉറപ്പാക്കുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈസ് ഒബ്റ്റൈനിങ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫ്രം തേർഡ് പാർട്ടീസ് സച്ച് ആസ് ബാങ്ക് ഓർ ഡെപ്റ്റേഴ്സ്. തേർഡ് പാർട്ടിയിൽ നിന്നുള്ള, തേർഡ് പാർട്ടി പറഞ്ഞാൽ ബിസിനസ്സിൽ പുറത്തുള്ള ആൾക്കാർ. ഒരു ഉദാഹരണം, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബാങ്കിനോട് പോയി ചോദിക്കുകയാണ്, അല്ലെ ഇത് ഓക്കെ അല്ലേ, നിങ്ങൾ ഇത്ര എമൗണ്ട് അല്ലേ അവർക്ക് കൊടുത്തത് എന്നുള്ളത് കൺഫേം ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ബാങ്ക് പോലെ ഡെപ്റ്റേഴ്സ് പോലെ അവരുമായിട്ടുള്ള റിട്ടേൺ സ്റ്റേറ്റ്മെന്റുകളെ കൺഫേം ആക്കുക, ഉറപ്പാക്കുക. ഇത്ര എമൗണ്ട് അല്ലേ, ഇവർ തെറ്റായിട്ടല്ലല്ലോ കൊടുത്തത്, കറക്റ്റ് അല്ലേ എന്നുള്ളതൊന്ന് കൺഫേം ആക്കുക. അതിനാണ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. അടുത്തത് അനലറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് കമ്പയറിംഗ് ഫിനാൻഷ്യൽ ഡാറ്റ ടു ഐഡന്റിഫൈ അൺയൂഷ്വൽ ട്രെൻഡ്. ഫിനാൻഷ്യൽ ഡാറ്റകളെ കമ്പയർ ചെയ്യുക. അപ്പൊ കഴിഞ്ഞ വർഷത്തെ സെയിൽസ് എത്ര, ഈ വർഷത്തെ പ്രോഫിറ്റ് എത്ര, കറക്റ്റ് അങ്ങനെ ഓരോന്നും കഴിഞ്ഞ വർഷത്തെ ഡാറ്റകളുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്ന് കൂടുതൽ അധികമായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ വലിയൊരു മാറ്റമൊക്കെ ഫീൽ ചെയ്താൽ അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അല്ലെ? അത് കൃത്യമായിട്ട് നമ്മൾ ഒന്നുകൂടെ വെരിഫൈ ചെയ്യും. അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിലെ ഡാറ്റകളൊക്കെ ആയിട്ട് കൃത്യമായിട്ട് കമ്പയർ ചെയ്യുക. വലിയ മാറ്റങ്ങളൊക്കെ ഡിഫറൻസ് ഒക്കെ കാണണമെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. അതാണ് അനലറ്റിക്കൽ പ്രൊസീജിയർ. കമ്പാരിസൺ എന്ന് ഓർത്ത് വെക്കുക. പിന്നെ റീകാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ചെക്കിംഗ് ദ മാത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ ഓൾറെഡി അതിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റ് ഒക്കെ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ അതൊന്നും കൂടെ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക. എന്തിനാ? കറക്റ്റ് അല്ലേ, എവിടെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അതിനെ റീകാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് റിപ്പീറ്റിംഗ് പ്രൊസീജിയേഴ്സ് പെർഫോംഡ് ബൈ എംപ്ലോയീസ് ടു വെരിഫൈ അക്യുറസി. എംപ്ലോയീസ് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. എന്തിനാ? അത് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എംപ്ലോയീസ് ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാ, അത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ടെസ്റ്റ് ചെക്കിങ് എന്ന് പറഞ്ഞാലേ ഇപ്പൊ ഒരു 100 ഡോക്യുമെന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ 100ഉം എടുത്ത് നോക്കുന്നതിന്റെ പകരം അതിൽ അടിയിൽ ഒരു 10 എടുത്ത് നോക്കുക. എന്നിട്ട് ആ 10 ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയൊക്കെ ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുക. ഇതൊക്കെ കുറേ ഡോക്യുമെന്റുകൾ ഉള്ള കുറേ വൗച്ചേഴ്സ് ഉള്ള കമ്പനികളിൽ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ ടെസ്റ്റ് ചെക്കിങ് എന്താണ്? എല്ലാതും എടുത്ത് നോക്കുന്നതിന്റെ പകരം ആ കൂട്ടത്തിൽ നിന്ന് കുറച്ചൊക്കെ അടിയിൽ നിന്നൊക്കെ കുറച്ചെടുത്ത് നോക്കുക. അത് ഓക്കെ ആണെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ ഓക്കെ ആണെന്നുള്ളൊരു ധാരണയ്ക്ക് എത്തുക. ഈസ് എക്സാമിനിങ് സെലക്ടഡ് ട്രാൻസാക്ഷൻ. എന്താ പറഞ്ഞത്? എല്ലാതും നോക്കൂല, സെലക്ടഡ് ട്രാൻസാക്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് എൻറ്റയർ ഡാറ്റ. ടോട്ടൽ ഡാറ്റ എടുക്കുന്നതിന്റെ പകരം, ടോട്ടൽ ട്രാൻസാക്ഷൻസ് എടുക്കുന്നതിന്റെ പകരം സെലക്ട് ചെയ്തുള്ള കുറച്ചെണ്ണം മാത്രം എടുത്ത് പഠിക്കുന്നതിനെയാണ് ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത്. അടുത്തത് സ്കാനിങ് ഇൻവോൾവ്സ് റിവ്യൂവിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ക്വിക്ക്ലി ടു ഡിറ്റക്ട് അൺയൂഷ്വൽ ഐറ്റംസ്. അഥവാ വലിയ ഡാറ്റകൾ നമ്മൾ എടുത്തിട്ടുണ്ട്, കുറേ ഡാറ്റാസ് ഉണ്ട്. അതിനെ കൃത്യമായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് മറിച്ചു വെക്കുക അല്ലെ? നമ്മുടെ ഭാഷ പറഞ്ഞാൽ അങ്ങനെ മറിച്ചു വെക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന അൺയൂഷ്വൽ ഐറ്റംസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും. ഓക്കെ, ഇതിനടുത്തത് ഡോക്യുമെന്റേഷൻ ഹെൽപ്സ് ഓഡിറ്റേഴ്സ് റെക്കോർഡ് എവിഡൻസ് കളക്റ്റഡ് ഡ്യൂറിങ് ഓഡിറ്റ് വർക്കുമായി ബന്ധപ്പെട്ട എവിഡൻസുകൾ കളക്ട് ചെയ്യുന്നതിന് അല്ലെ, റെക്കോർഡുകൾ അല്ലെങ്കിൽ എവിഡൻസുകൾ കളക്ട് ചെയ്യുന്നതിനെയാണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ബില്ലുകളും വൗച്ചറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദെൻ മോഡേൺ ഓഡിറ്റേഴ്സ് ഓൾസോ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റ് ടെക്നിക്സ്. ഇപ്പൊ ഇതിനൊക്കെ പുറമെ ഇപ്പോഴത്തെ മോഡേൺ ഓഡിറ്റേഴ്സ് ഒക്കെ ചെയ്യുന്നത് പലപ്പോഴും കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് AI റിലേറ്റഡ് ആയിട്ട് കുറെ ടെക്നിക്സ് ഉണ്ട്, അതൊക്കെ അവർ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ടു ഇംപ്രൂവ് റിലയബിലിറ്റി ഓഫ് ഓഡിറ്റ് കൺക്ലൂഷൻസ്. ഓഡിറ്റ് കൺക്ലൂഷന്റെ റിലയബിലിറ്റി ഉറപ്പ് വരുത്താനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ക്വാളിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. ഒരു ഓഡിറ്റർക്ക് ഉണ്ടാവേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്, ക്വാളിറ്റീസ് എന്താണ്? ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ക്വാളിഫിക്കേഷൻസ് നോക്കാം നമുക്ക്. ആൻ ഓഡിറ്റർ മസ്റ്റ് പോസസ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. ആദ്യം ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. അതിൽ നിയമപരമായിട്ട് പറയുന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ തീർച്ചയായിട്ടും ഒരു ഓഡിറ്റർക്ക് ഉണ്ടാവണം. എന്തൊക്കെയാണ്? നമ്മൾ ഇന്ത്യയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഓഡിറ്റർ ഷുഡ് ബി മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ICAIയുടെ ഭാഗമാവണം. അഥവാ CA കഴിഞ്ഞ ഒരാളാവണം. ചാർട്ടേഡ് അക്കൗണ്ടന്റ് കഴിഞ്ഞ ഒരാളാവണം ആര് ഓഡിറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ? CAക്കാർക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹി മസ്റ്റ് ഹാവ് പാസ്ഡ് ദ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എക്സാമിനേഷൻ. അല്ലെ, നമ്മൾ പറഞ്ഞു CA കഴിഞ്ഞ ഒരാളാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്. അയാള് നമ്മളെ ICAIയുടെ ഭാഗമാവണം. അല്ലെ? Then practical training or articleship is also required.
ആ CA നമ്മൾ പറഞ്ഞ ഓഡിറ്റർക്ക് അഥവാ CA കാരന് അദ്ദേഹം പ്രാക്ടിക്കൽ ട്രെയിനിങ് കിട്ടിയ ആളാവണം, അതുപോലെ ആർട്ടിക്കിൾഷിപ്പ് കിട്ടിയ ആളാവണം. ആർട്ടിക്കിൾഷിപ്പ് പറഞ്ഞാൽ ഒരു CA അണ്ടറിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം. The auditor must obtain a certificate of practice. അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റും അദ്ദേഹത്തിന് ഉണ്ടാവണം. അങ്ങനത്തെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓഡിറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. നോളജ് ഓഫ് അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് ആൻഡ് ടാക്സേഷൻ ഈസ് എസെൻഷ്യൽ. അക്കൗണ്ടിങ്ങിനെ കുറിച്ച്, ഓഡിറ്റിങ്ങിനെ കുറിച്ച്, ടാക്സേഷനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള നോളജ് ഈ ഓഡിറ്റർക്ക് ഉണ്ടാവണം. ദെൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കമ്പനി ലോ ആൻഡ് ഫിനാൻഷ്യൽ റെഗുലേഷൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കമ്പനി നിയമങ്ങളെ കുറിച്ച് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റെഗുലേഷൻസിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഇനി ക്വാളിറ്റീസ് കേട്ടോ, ക്വാളിറ്റീസ് ഇതിപ്പോ ഓഡിറ്റർക്കല്ല, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ട സാധനങ്ങൾ തന്നെയാണ് ഈ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓഡിറ്റർ മസ്റ്റ് പൊസസ് ഹൈ ഇന്റഗ്രിറ്റി ആൻഡ് ഹോണസ്റ്റി, അല്ലെ? എല്ലാം സത്യസന്ധമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ദെൻ ഇൻഡിപെൻഡൻസ്, ഒരാൾ പറഞ്ഞ കേൾക്കുന്ന അല്ലെങ്കിൽ ഒരാളുടെ ഇപ്പൊ മാനേജ്മെന്റ് പറയുന്നതിനനുസരിച്ച് ചെയ്യുന്ന ആളാവരുത്. ഇൻഡിപെൻഡന്റ് ആവണം. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാവരുത്, തികച്ചും വേറിട്ട് നിൽക്കുന്നതാവണം. ആൻഡ് ഇംപാർഷ്യാലിറ്റി, ഇംപാർഷ്യാലിറ്റി പറഞ്ഞാൽ ഒരു പാർഷ്യാലിറ്റിയും കാണിക്കരുത്. കാരണം അയാൾ സ്വതന്ത്രമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓഡിറ്റ് വർക്ക് എന്നുള്ളത്, അല്ലെ? കമ്പനിയുടെ ഡയറക്ടേഴ്സോ മാനേജേഴ്സോ എംപ്ലോയീസോ അവരാർക്കും അനുസരിച്ച് ഇയാൾ വർക്ക് ചെയ്യരുത്. ഇയാൾ സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കണം. ദെൻ പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി. ഒരു പ്രൊഫഷണലിസം നമ്മുടെ ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം, അല്ലെ? കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രൊഫഷണലിസം ഉണ്ടാവണം. മാത്രമല്ല ഒരു അനലിറ്റിക്കൽ എബിലിറ്റി, കൃത്യമായിട്ട് അനാലിസിസ് നടത്താനുള്ള കഴിവ്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഡാറ്റാ സെറ്റ് വെച്ചിട്ട് അനലൈസ് ചെയ്യാനുള്ള, കമ്പാരിസൺ ചെയ്യാനുള്ള ഒരു കഴിവും അദ്ദേഹത്തിന് ഉണ്ടാവണം. ഈ ഷുഡ് ഹാവ് പേഷ്യൻസ്. ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് നല്ല ക്ഷമ ഉണ്ടാവണം. കാരണം ഒരു ഓഡിറ്റ് വർക്കൊക്കെ വലിയ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ മാസങ്ങളോളം എടുക്കും. 2-3 മാസമൊക്കെ എടുത്തിട്ട് ഓഡിറ്റ് ചെയ്യാം. അത്രയും ആയിരക്കണക്കിന് 10,000-കണക്കിന് ബില്ലുകളും വൗച്ചേഴ്സ് ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ വരും. അതൊക്കെ നോക്കിയിട്ട് ആകെ തലക്ക് പിരാൻ ചുറ്റർന്ന് പോകാൻ പാടില്ല. കൃത്യമായിട്ട് പേഷ്യൻസോടുകൂടെ, ക്ഷമയോടുകൂടെ, ഇപ്പൊ താങ്കൾ ക്ലാസ് കേൾക്കണ്ടല്ലോ അല്ലെ, ക്ഷമയോടുകൂടെ, അതുപോലെ ക്ഷമയോടുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ള കഴിവുണ്ടാവണം. പിന്നെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് സ്കില്ല്, അല്ലെ? അദ്ദേഹം ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കാനും അത് മാനേജ്മെന്റുമായിട്ട് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവും അദ്ദേഹത്തിന് ഉണ്ടാവണം. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ മസ്റ്റ് ബി മെയിൻറ്റെയിൻ. കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ, കുറെ രഹസ്യങ്ങൾ ഉണ്ടാവും, അല്ലെ? കാരണം കമ്പനിയുടെ A to Z കംപ്ലീറ്റ് ഇയാൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്പനിയുമായി ബന്ധപ്പെട്ട കുറെ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്, കുറെ രഹസ്യങ്ങളുണ്ട്, അത് സൂക്ഷിച്ചു വെക്കണം. അതും ഞാൻ എല്ലാവരോടും പോയി പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത്. ദ ഓഡിറ്റർ ഷുഡ് എക്സസൈസ് പ്രൊഫഷണൽ സ്കെപ്റ്റിസം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്ന ആളാവണം. സ്ട്രോങ് എത്തിക്കൽ വാല്യൂസ് ഹെൽപ്പ് മെയിൻറ്റെയിൻ ക്രെഡിബിലിറ്റി ആൻഡ് ട്രസ്റ്റ്. നല്ലൊരു എത്തിക്കൽ വാല്യൂ ഫോളോ ചെയ്യുന്ന ആളായിരിക്കണം. അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് കേട്ടോ. അടുത്തത് കോർപ്പറേറ്റ് ഗവേണൻസ്, അതിന്റെ മോഡൽസുകളെ കുറിച്ചാണ് പറയുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസ് റെഫേഴ്സ് ടു സിസ്റ്റം ബൈ വിച്ച് കമ്പനീസ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾ. കമ്പനികൾ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാനുള്ള ഒരു സിസ്റ്റത്തെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഇറ്റ് എൻഷുർ അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി ആൻഡ് ഫെയർനെസ് ഇൻ ബിസിനസ് ഓപ്പറേഷൻ. നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ ഈ കമ്പനിക്കകത്ത് കൃത്യമായിട്ട് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും, ട്രാൻസ്പെറൻസി, അതുപോലെ ഫെയർനെസ് എല്ലാം കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് കമ്പനി മാറും. കോർപ്പറേറ്റ് ഗവേണൻസ് പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ബിസിനസിന്റെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും ഷെയർ ഹോൾഡേഴ്സിന്റെ ഒക്കെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ. ഇറ്റ് ഡിഫൈൻ ദ റോൾ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജ്മെന്റ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്. കൃത്യമായിട്ട് ഓരോരുത്തരുടെയും ഇപ്പൊ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്താ, മാനേജ്മെന്റിന്റെ ഡ്യൂട്ടീസ് എന്താ, ഷെയർ ഹോൾഡേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്താ, എല്ലാം കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. എഫക്റ്റീവ് ഗവേണൻസ് ഹെൽപ്പ് പ്രിവെന്റ് ഫ്രോഡ്, മിസ്മാനേജ്മെന്റ്. ഫ്രോഡുകൾ, മിസ്മാനേജ്മെന്റ് ഒക്കെ തടയാൻ നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി കോർപ്പറേറ്റ് ഗവേണൻസ് മോഡലുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ആംഗ്ലോ അമേരിക്കൻ മോഡൽ. ആംഗ്ലോ അമേരിക്കൻ മോഡൽ അത് UK US കണ്ടുവരുന്ന ഒരു മെത്തേഡാണ് ആംഗ്ലോ അമേരിക്കൻ മോഡൽ. ഇവിടെ ഷെയർ ഹോൾഡേഴ്സിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മോഡലിൽ പറയുന്നത്. ഓക്കെ, കമ്പനീസ് ആർ മാനേജ്ഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇലക്ടഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ കൂട്ടത്തിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കമ്പനി മാനേജ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആരെങ്കിലും കമ്പനി മാനേജ് ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ് കമ്പനി മാനേജ് ചെയ്യുന്നത്. എല്ലാ പൗരന്മാർക്ക് തന്നെയാണ് ഷെയർ ഹോൾഡേഴ്സിനാണ്. ഇനി രണ്ടാമത്തതാണ് ജർമ്മൻ മോഡൽ. ജർമ്മനിയിൽ കണ്ടുവരുന്ന ഒരു മോഡലാണ് രണ്ടാമത്തത്. ഇവിടെ 2 ടയർ ബോർഡ് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് മാനേജ്മെന്റ് ബോർഡ് ആൻഡ് സൂപ്പർവൈസറി ബോർഡ്. 2 ബോർഡ് ഇവിടെ ഉണ്ടാവും. ഒന്ന് മാനേജ്മെന്റ് ബോർഡ് പറഞ്ഞിട്ട് ഒരു ടീം ഉണ്ടാവും, രണ്ട് സൂപ്പർവൈസറി ബോർഡ് പറഞ്ഞിട്ട് ഒരു ടീം ഉണ്ടാവും. ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ് കേട്ടോ, എംപ്ലോയീസ് ആൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ ഗവേൺ. എംപ്ലോയീസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അഥവാ എംപ്ലോയീസിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ആളുകളും ഈ ബോർഡ് മെമ്പേഴ്സിൽ ഉണ്ടാവും.
മറ്റിലൊന്നും അത് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ എംപ്ലോയീസിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ജർമ്മൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ എംപ്ലോയീസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾ ആ ബോർഡിൽ ഉണ്ടാവും. തീരുമാനം എടുക്കണമെങ്കിൽ അവരും കൂടെ അഭിപ്രായം പറയണം അല്ലെ. അപ്പൊ എംപ്ലോയീസ് എതിർക്കുകയാണെങ്കിൽ ആ തീരുമാനം അവിടെ നടപ്പിലാക്കില്ല. അപ്പൊ എംപ്ലോയീസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുള്ള ഒരു മോഡലാണ് ജർമ്മൻ മോഡൽ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് ജാപ്പനീസ് മോഡൽ, ജപ്പാനിൽ കണ്ടുവരുന്നതാണ്. ഈ ജപ്പാന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടുത്തെ കമ്പനികൾക്കൊക്കെ ഫണ്ട് കൊടുക്കുന്നത് ബാങ്കുകളാണ്, മെയിൻ ആയിട്ട് ബാങ്കുകളാണ്. അപ്പൊ എന്ത് ചെയ്യും, ഈ ബാങ്കുകള് അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെയും കൂടെ ഈ ബോർഡിൽ വെക്കും. അപ്പൊ തീരുമാനം എടുക്കണമെങ്കിൽ അവരും കൂടെ പറയണം. അപ്പൊ ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ആരൊക്കെ കൊടുക്കുന്നത്? നമ്മൾ ബാങ്കുകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ വെക്കും, എന്നിട്ട് അവരും കൂടെ പറയുന്ന തീരുമാനങ്ങൾ എടുക്കുള്ളൂ. അവർക്കെതിരെ ഇപ്പോ കമ്പനി കടം വാങ്ങിയ ബാങ്ക് എന്നല്ലേ, അപ്പൊ അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അവരത് ബാൻ ചെയ്യും. അപ്പൊ നോക്കാം, എംബസിസ് കോപ്പറേഷൻ ബിറ്റ്വീൻ ബാങ്ക്, കമ്പനീസ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പൊ ബാങ്കുകൾ, കമ്പനീസ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇവർ തമ്മിലൊരു കോപ്പറേഷനെയാണ് ജാപ്പനീസ് മോഡൽ എന്ന് പറയാം. ഫോക്കസ് ഓൺ ലോങ് ടേം ബിസിനസ് റിലേഷൻഷിപ്പ്. അപ്പൊ ഇവരുമായിട്ടൊക്കെ ഒരു ലോങ് ടേം ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഈ മോഡലിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ഇനി ഒരു അവസാനത്തെ ഒരു ചോദ്യമാണ് റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഓഡിറ്റർ. ഒരു ഓഡിറ്ററുടെ അവകാശങ്ങൾ, ഡ്യൂട്ടീസ്, ലയബിലിറ്റീസ് എന്തൊക്കെയാണ്? ഇതിൽ ചിലത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ്, ഒരു ഓഡിറ്ററുടെ റൈറ്റ്സ്. ഓഡിറ്റർ ഹാവ് ദ റൈറ്റ് ടു ആക്സസ് ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും എല്ലാ റെക്കോർഡ്സുകളും ആക്സസ് ചെയ്യാനുള്ള, കൈപ്പറ്റാനുള്ള കൃത്യമായിട്ടുള്ള അവകാശം ഓഡിറ്റർക്ക് ഉണ്ട് അല്ലെ. കാരണം ഓഡിറ്ററുടെ ഡ്യൂട്ടി തന്നെ അതാണ്, എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടും വെരിഫൈ ചെയ്യാന്നുള്ളത്. അപ്പൊ അതെല്ലാം എടുക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. പിന്നെ ഹി ക്യാൻ ഒബ്റ്റെയിൻ എക്സ്പ്ലനേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ഫ്രം കമ്പനി ഓഫീസേഴ്സ്. കമ്പനിയുടെ ഓരോ ഓഫീസേഴ്സിൽ നിന്നും, മാനേജ്മെന്റ് ആവട്ടെ അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആവട്ടെ, മാനേജേഴ്സ് ആവട്ടെ, ആരാവട്ടെ, അപ്പൊ കമ്പനിയുടെ ഓഫീസസിൽ നിന്നും വേണ്ട എക്സ്പ്ലനേഷനും ഇൻഫർമേഷൻസും കളക്ട് ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിന്. ഇപ്പൊ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ അദ്ദേഹത്തിന് ഫീൽ ചെയ്യാണ്, എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള അവകാശമുണ്ട്, അവർ പറഞ്ഞു കൊടുത്തിരിക്കണം. The auditor has the right to attend and speak general meeting of shareholders. ഷെയർഹോൾഡേഴ്സിന്റെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാനും അവരോട് സംസാരിക്കാനുള്ള അധികാരം ഓഡിറ്റർക്കുണ്ട്. He can receive remuneration for his professional service. അപ്പോൾ ഓഡിറ്റർ അല്ലെ, ഓഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൂലി കമ്പനി നിന്ന് വാങ്ങാനുള്ള അവകാശമുണ്ട്. Then the auditor may seek legal advice when necessary. എന്തെങ്കിലുമൊക്കെ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും അഡ്വൈസസ് വേണമെങ്കിൽ അത് കളക്ട് ചെയ്യാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ റൈറ്റ്സുകൾ പറയുന്നത്. ഇനി എന്താണ് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടീസ്? ദ ഓഡിറ്റർ മസ്റ്റ് എക്സാമിൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കെയർഫുള്ളി. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. കമ്പനിയുടെ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യുക അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്. ഹി ഷുഡ് എൻഷുർ ദാറ്റ് അക്കൗണ്ട്സ് പ്രസന്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ. നമ്മൾ ഓരോ ബുക്സ് ഓഫ് അക്കൗണ്ടും കൃത്യമാണ്, കറക്റ്റ് ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഡ്യൂട്ടിയിൽ പെട്ടതാണ്. വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. അസറ്റ് ലയബിലിറ്റി വെരിഫൈ ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. ദ ഓഡിറ്റർ മസ്റ്റ് ഡിറ്റക്ട് ആൻഡ് റിപ്പോർട്ട് ഫ്രോഡ് ഓർ ഇറഗുലാരിറ്റീസ്. എന്തെങ്കിലുമൊക്കെ ഫ്രോഡുകൾ, ഇറഗുലാരിറ്റീസ്, തെറ്റുകളൊക്കെ കാണുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് കണ്ടെത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഹി ഷുഡ് ഫോളോ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ്. അല്ലെ, ഒരു ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡുകൾ അതുപോലെ പ്രൊഫഷണൽ എത്തിക്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം. പ്രിപ്പയറിംഗ് ആൻഡ് സബ്മിറ്റിംഗ് ഓഡിറ്റ് റിപ്പോർട്ട് ഇമ്പോർട്ടന്റ് ഡ്യൂട്ടി. ഒരു ഓഡിറ്ററുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി അത് കൃത്യമായിട്ട് അതോറിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് സമയത്തിന് അദ്ദേഹം ചെയ്തിരിക്കണം. ഇനി എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ബാധ്യതകൾ? ദ ഓഡിറ്റർ മേ ബി ലയബിൾ ഫോർ നെഗ്ലിജൻസ് ഇഫ് ദ ഫാൾസ് പെർഫോം ഡ്യൂട്ടീസ് പ്രോപ്പർലി. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, എന്തെങ്കിലും ലയബിലിറ്റീസ് വന്നാൽ അതിന് നമ്മുടെ ഓഡിറ്റർ ലയബിൾ ആണ്. അദ്ദേഹത്തിന്റെ മിസ്റ്റേക്ക് കൊണ്ട് എന്തെങ്കിലും വന്നാൽ അദ്ദേഹം കൃത്യമായിട്ട് അതിന് ബാധ്യസ്ഥനാണ്. സിവിൽ ലയബിലിറ്റി അറൈസ് വെൻ സ്റ്റേക്ക് ഹോൾഡർ സഫർ ലോസ് ഡ്യൂ ടു ഓഡിറ്റർ നെഗ്ലിജൻസ്. അപ്പോൾ ഓഡിറ്ററുടെ എന്തെങ്കിലും ഇടപെടൽ കൊണ്ട് ഏതെങ്കിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിന് പ്രശ്നം വന്നാൽ, എംപ്ലോയീസോ മാനേജ്മെന്റോ അല്ലെ ആർക്കെങ്കിലും പ്രശ്നം വന്നാൽ അതിന് അദ്ദേഹം സിവിൽ ലയബിലിറ്റി, ഒരു കേസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ ക്രിമിനൽ ലയബിലിറ്റി, അടുത്ത് പറയുന്നത് ക്രിമിനൽ ലയബിലിറ്റി. ഓഡിറ്റർ ഇന്റൻഷനലി പ്രൊവൈഡ് ഫാൾസ് ഇൻഫർമേഷൻ, തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ മനഃപൂർവ്വം കൊടുത്തു കഴിഞ്ഞാൽ ക്രിമിനൽ ലയബിലിറ്റി അഥവാ കേസും പോലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വരും. Therefore, auditor must exercise reasonable care, skill and diligence their work. അവരുടെ വർക്കിൽ കൃത്യമായിട്ടുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ എടുത്തു വേണം അവർ ചെയ്യാൻ. ഓക്കെ, ഇതോടുകൂടെ നമ്മുടെ ഒരു 30ഓളം ടോട്ടൽ ക്വസ്റ്റ്യൻസ്, 2 മാർക്ക്, 5 മാർക്ക്, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.